മുഅ്മിനുകളെ, സഹോദരിമാരെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവർക്കും ചെയ്തു തന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ആരോഗ്യം എന്നുള്ളത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മുസ്ലിമീങ്ങൾ ഇന്ന് എല്ലാ മേഖലകളിലും വഴിതെറ്റുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലകളിലും പരിശുദ്ധമായ ഇൽമിൽ നിന്ന് മാത്രമല്ല, മറ്റുള്ള എല്ലാ നന്മകളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് തെറ്റായ വഴിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് എല്ലായിടത്തും വഅദ് വെക്കുമ്പോൾ അവിടെയുള്ള പല പ്രായമുള്ള മാതാപിതാക്കളുടെ ആഗ്രഹം യുവാക്കളെ സംബന്ധിച്ച് പറയണം, യുവത്വത്തെ സംബന്ധിച്ച് പറയണം, നല്ല ആരോഗ്യമുള്ളതായ ചെറുപ്പക്കാർത്തികളെ സംബന്ധിച്ച് പറയണം. എങ്ങനെയെങ്കിലും നമുക്കൊക്കെ നമ്മുടെ മക്കളൊന്ന് നന്നായി കിട്ടണമെന്ന ആഗ്രഹം. നമുക്കറിയാമല്ലോ, നമ്മുടെ മക്കൾ വഴിതെറ്റു പോകാനുള്ള ഒരു കാരണം ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ മാതാപിതാക്കൾ തന്നെയാണ്. ഞാൻ സ്നേഹം കൊണ്ടൊരു വാക്ക് നിങ്ങളോട് ചോദിക്കട്ടെ. നമ്മൾ ആരെങ്കിലും ആട് പോറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കൂടിലാക്കി അതിന്റെ കൂടിലിട്ട് പൂട്ടുന്ന സമയം, അതായത് വൈകുന്നേരമാകുമ്പോൾ ആട് വന്നില്ലെങ്കിൽ നല്ലോണം വിഷമിക്കും, ബേജാറാവും. ചിലപ്പോ പല ആൾക്കാരും ടോർച്ചെടുത്ത് ഇങ്ങനെ തേടിക്കൊണ്ടു പോകും, എന്റെ ഒരു ആട് വന്നിട്ടില്ല, എന്റെ ഒരു ആട് വന്നിട്ടില്ല, ഇങ്ങനെ തിരഞ്ഞോണ്ട് പോകും. അതുപോലെ പശുവിനെ പോറ്റുന്ന ആൾക്കാർ ഒരു പശു അല്ലെങ്കിൽ ഒരു പശുക്കുട്ടിയെ കാണാതെയായാൽ വല്ലാണ്ട് വിഷമിക്കും, എന്റെ ഒരു പയ്യു വന്നിട്ടില്ല. രാത്രി 10 മണിക്കൊക്കെ ടോർച്ച് എടുത്തിട്ട് പോകും. എന്നാൽ അതേ സമയത്ത് നമ്മൾ വളർത്തുന്നതായ, നമുക്ക് അല്ലാഹു ദുനിയാവിന്റെ അലങ്കാരമായി നൽകിയതായ സമ്പത്തായ നമ്മുടെ മക്കളുണ്ടല്ലോ, പല യുവാക്കളും ഇന്ന് പാതിരാത്രിക്ക് 1 മണിക്കും 2 മണിക്കും അങ്ങാടിയുടെ വാതിലുകളിൽ, അഥവാ ഏതെങ്കിലും ഒരു ബജാറിൽ, ഏതെങ്കിലും ഒരു പുഴയുടെ കരയത്ത്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊയ്യൊക്കെ രാസിട്ട സ്ഥലത്തൊക്കെ ഇങ്ങനെ ഇരുന്ന് കൂടുമ്പോ ആ ബാല്യക്കാരെ, ആ മക്കളുടെ വീട്ടുകാരൊന്നും ടോർച്ചെടുത്ത് തേടിക്കൊണ്ടു പോവാറില്ല. ആട് വരാത്ത സമയത്ത് വിഷമമായ ആൾക്കാർക്ക് സ്വന്തം മക്കളെ കാണാതെയായപ്പോൾ അതൊരു വിഷയമല്ലാതെയായി മാറുന്നതുണ്ടല്ലോ, അതാണ് ഈ സമൂഹം വഴിതെറ്റാൻ ഏറ്റവും വലിയ ഒരു കാരണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഇസ്ലാം ദീനിനെ ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത്, പരിശുദ്ധ ഇസ്ലാമിന്റെ തൗഹീദിന്റെ സന്ദേശം ഈ ലോകത്തിന്റെ ജനങ്ങൾക്ക് എത്തിച്ചു തരാൻ വേണ്ടി വന്നതായ ആ പ്രവാചക പാരമ്പര്യത്തിന്റെ അവസാനത്തിന്റെ കന്യയായ ലോക നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകത്വം ലഭിച്ച സമയത്ത് മക്കയിലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുടുംബക്കാരടക്കം നാട്ടുകാരടക്കം പലരും ആട്ടി ഓടിക്കാൻ ശ്രമിച്ചു. റസൂലുള്ളാഹി തങ്ങളെ അവർ ദൂരെയാക്കി. ഏതൊരു സമൂഹമാണോ കള്ളുകുടിയന്മാർ പോലും, തമ്മാടികൾ പോലും, സ്വന്തം കൂടപ്പറപ്പുകളെ പോലും ശരീരത്തിന്റെ ആഗ്രഹം, കാമവികാരം തീർക്കാൻ മാത്രം ഉപയോഗിച്ചിരുന്നതായ സമൂഹം, ചെറിയ ഒരു നിസ്സാരമായ സംഗതികൾക്ക് മാസങ്ങളോളം കൊല്ലങ്ങളോളം യുദ്ധം ചെയ്തുകൊണ്ടിരുന്നതായ സമൂഹം, അൽ അമീൻ, വിശ്വസ്തനാണ്, ഇദ്ദേഹം ആർക്കും വിശ്വസിക്കാമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40-ാമത്തെ വയസ്സിൽ പ്രവാചകത്വം ലഭിച്ചതിന്റെ ശേഷമല്ല അവർ അൽ അമീൻ എന്ന് വിളിച്ചത്. നമ്മൾ മനസ്സിലാക്കണം, പലരും കള്ളുകൂടിയന്മാരായിരുന്നെങ്കിൽ പോലും അവർക്ക് അല്ലാഹുവിന്റെ റസൂലിനോട് നബിയാകുന്നതിന് മുമ്പ് വലിയ ഇഷ്ടമായിരുന്നു, താല്പര്യമായിരുന്നു. അവർ എന്തെങ്കിലും ഒരു പഞ്ചായത്തികയുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു സലഹ ചോദിക്കാറുണ്ടെങ്കിൽ, എന്തെങ്കിലും അവർക്കൊരു ഉപദേശം വേണമെങ്കിൽ അവർ വിളിച്ചിരുന്നത്, അവർ തേടിയിരുന്നത്, അവർ തെരഞ്ഞു നടന്നിരുന്നത് അൽ അമീനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയായിരുന്നു. പക്ഷേ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവർക്കുള്ള വിശ്വാസം, അവരോട് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ഓ എന്റെ പ്രിയപ്പെട്ട മനുഷ്യന്മാരെ, ഞാനിതാ ഉയർന്നു നിൽക്കുന്നതായ ഈ പർവ്വതത്തിന്റെ ബാക്കിൽ നിങ്ങളെ ആക്രമിച്ച് കൊല്ലാൻ വേണ്ടി ഒരു വലിയ ഒരു കുതിര പട്ടാളം തയ്യാറായിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഹബീബായ തങ്ങൾ ചോദിക്കുന്നത്, പ്രവാചകത്വം ലഭിച്ച സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായി അവരോട് സംസാരിക്കുന്ന സമയത്ത്
അള്ളാന്റെ റസൂൽ അവരോട് ചോദിച്ചത്, മനുഷ്യന്മാരെ, നിങ്ങളോട് ഞാനൊരു കാര്യം പറഞ്ഞാൽ അതും നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി, നിങ്ങളെ ഇല്ലാതെയാക്കാൻ വേണ്ടി വലിയ ഒരു സൈന്യം, ഒരു പട്ടാളം കുതിരപ്പുറത്ത് കയറികൊണ്ട് ഈ പർവ്വതത്തിന്റെ പിന്നിൽ നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവരെല്ലാവരും ഒറ്റ ശബ്ദം കൊണ്ട് പറഞ്ഞു, അതേ മുഹമ്മദേ, ഞങ്ങൾ വിശ്വസിക്കും. കാരണം നിങ്ങൾ അൽ അമീനാൻ, നിങ്ങൾ വിശ്വസ്തനാണ്, നിങ്ങൾ എന്തു പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കും. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞത്, എന്നാൽ എന്നോട് നിങ്ങൾക്ക് ആ വിശ്വാസമുണ്ടെങ്കിൽ, ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളോട് ഞാനിതാ ഒരു സത്യം പറയാൻ പോകുന്നുണ്ട്. ആരാധനക്ക് അർഹനായ ഇലാഹ് അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. ആ സമയത്ത് ഉടനെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ആദ്യം സംസാരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എളാപ്പയായ വാപ്പാന്റെ സഹോദരനായ അബൂലഹബ് എന്ന് പറയുന്ന ദുഷ്ടൻ പറഞ്ഞു, തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദാ ജമഅതന, നിനക്ക് നാശമുണ്ടാകട്ടെ മുഹമ്മദേ, നീ നശിച്ചു പോകണം, നീ ഹലാക്കാകണം, ഇതിനു വേണ്ടിയാണോ ഞങ്ങൾ നീ ഒരുമിച്ച് കൂട്ടിയത്? ഞങ്ങൾ ആരാധിക്കുന്ന, ഞങ്ങൾ പൂജിക്കുന്നതായ, ഇക്കാലം വരേക്കും ഞങ്ങൾ ആരാധിച്ചു വന്നിരുന്നതായ ദൈവങ്ങളെയൊക്കെ നിഷേധിക്കാൻ വേണ്ടിയാണോ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി തങ്ങളെ ആട്ടാൻ ശ്രമിച്ചപ്പോൾ, ഹബീബായ തങ്ങളെ അവർ ഇകഴ്ത്താനും റസൂലുള്ളാഹി തങ്ങളെ അവഹേളിക്കാനും തുടങ്ങിയപ്പോൾ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് താങ്ങും തണലായി നിന്നത് അവിടുത്തെ യുവാക്കളായ സ്വഹാബത്തായിരുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കാലത്തുള്ള യുവാക്കളാകുന്ന സ്വഹാബത്തുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, 38 വയസ്സുകാരനായ ഒരു താടിയും റോമവും നിരക്കാത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിനെ ആദ്യമായി വിശ്വസിക്കുകയാണ്. അവിടെ ഇങ്ങനെ ദാറുൽ അർഖം എന്ന് പറയുന്ന ഗുഹയിലുണ്ടല്ലോ, ആരും കാണാതെ രഹസ്യമായി റസൂലുള്ളാഹി തൗഹീദിന്റെ സന്ദേശം പ്രചരിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവിടെ നിന്ന് 40ഓളം ബാല്യക്കാരാകുന്ന സ്വഹാബത്തുണ്ടായിരുന്നു. അഥവാ 40-ൽ അധിക പേരും 40-ൽ ബഹുഭൂരിപക്ഷം ബാല്യക്കാരാകുന്നതായ യുവാക്കളാകുന്ന സ്വഹാബികളായിരുന്നു. അതിലും പ്രധാനപ്പെട്ട സ്വഹാബികളാകുന്ന മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു തങ്ങളെ പോലോത്ത ഏത് യുവാവെന്നറിയുമോ? ഒന്ന് മദീനത്തെ തെരുവിലിറങ്ങിയാൽ മതി, സുബ്ഹാനല്ലാഹ്, മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഒരു കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഓട്ടം കാണാൻ സ്ത്രീകൾ ക്യൂ നിന്നിരുന്നു. അത്രക്കും സുന്ദരനും സുമുഖനുമായ ചെറുപ്പക്കാരനായ മുസ്അബ് റളിയല്ലാഹു അൻഹു തങ്ങളുണ്ടല്ലോ, അവരെ പോലത്തെ സ്വഹാബത്ത് റസൂലുള്ളാഹി തങ്ങൾക്ക് താങ്ങും തണലായി നിന്നു. പരിശുദ്ധമായ ദീനെ വളർത്താൻ വേണ്ടി, പരിശുദ്ധമായ ഇസ്ലാമിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഹബീബായ തങ്ങൾ കൊണ്ടുവന്നതായ ആ തൗഹീദിന്റെ ആശയത്തെ ഇവിടെ ഉറക്കെ പ്രഖ്യാപിക്കാനുണ്ടല്ലോ. അവർ അവരുടെ യുവത്വത്തിനെ ചെലവഴിച്ചു കഴിഞ്ഞു. ഹുമുൽ ജിബാലു ബല ഹുമുർ റിജാലു ബല കദ്ദഹരി ഫീ ഹിമ്മത്തിൻ ബൽ സാദത്തുൻ കുബറാ. അവരുടെ വല്ലാത്ത മനക്കരുത്തായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടിയുണ്ടല്ലോ അവർ ജീവിതം തന്നെ ത്യാഗം ചെയ്യാനും തയ്യാറായി നിന്നിരുന്നു. അവരെല്ലാവരുടെ ലക്ഷ്യം അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊരുത്തത്തിലായി ജീവിക്കണം, അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി. ആരോഗ്യം തന്ന റബ്ബുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ പലപ്പോഴും സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കും, നിഅമതാനി അദീമതാൻ. സ്വഹാബ, രണ്ട് വലിയ നിഅമത്തുണ്ട്, രണ്ട് വലിയ വന്യമായ നിഅമത്തുണ്ട്. അല്ലാഹു മനുഷ്യന്മാർക്ക് നൽകുന്ന രണ്ട് അനുഗ്രഹങ്ങളുണ്ട്. മഖ്ബൂലു ഫീഹിമാ കസീറുൻ മിനന്നാസ്. മനുഷ്യന്മാരിൽ പലരും വഞ്ചിതരാകുന്ന, മനുഷ്യന്മാരിൽ പലരും വഞ്ചിക്കപ്പെടുന്നതായ ആ നിഅമത്തുകൾ നഷ്ടപ്പെട്ടതിന്റെ ശേഷം വിരൽ കടിക്കുന്നതായ രണ്ട് നിഅമത്തുകളുണ്ട് സ്വഹാബ. അതിലൊന്ന് സിഹത്തു, ആരോഗ്യമാണ്. പലരും ആരോഗ്യം നഷ്ടപ്പെട്ടതിന്റെ ശേഷമാണല്ലോ ഖേദിക്കുന്നത്. പടച്ചവനെ, എന്റെ ആരോഗ്യം എന്തിനു വേണ്ടി ചെലവഴിച്ചു, എന്റെ യുവത്വം എന്തിനു വേണ്ടി ചെലവഴിച്ചു? എന്റെ പ്രിയപ്പെട്ട ബാല്യക്കാരി സദസ്സിലില്ലെങ്കിലും ഞാനൊന്ന് പറയട്ടെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബ, അല്ലാഹു
അല്ലാഹു തന്ന യുവത്വമുണ്ടല്ലോ, അല്ലാഹു തന്ന ആരോഗ്യമുണ്ടല്ലോ, എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് നാളെ ചോദിക്കുമ്പോൾ വ്യക്തമായ മറുപടി പറഞ്ഞിട്ടല്ലാതെ അല്ലാഹുവിന്റെ മഹ്ശറയിൽ നിന്ന് കാലെടുത്ത് മുന്നോട്ട് വെക്കാൻ നിനക്ക് കഴിയുകയില്ല. അല്ലാഹു തന്ന വയസ്സുണ്ടല്ലോ, അല്ലാഹു തന്ന ആരോഗ്യമുണ്ടല്ലോ, അല്ലാഹു തന്ന യുവത്വമുണ്ടല്ലോ, യൗവനമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർത്തികളെ മനസ്സിലാക്കേണ്ടത് ഇത് എന്തിനു വേണ്ടിയാണോ ചെലവഴിക്കപ്പെട്ടത്, ഇത് എന്തിനു വേണ്ടിയാണോ നശിച്ചു പോകുന്നത്, അതിന്റെ വ്യക്തമായ കണക്ക് പറയാതെ അല്ലാഹുവിന്റെ മഹ്ശറയിൽ രക്ഷപ്പെടാൻ കഴിയുന്നതല്ല. അതവിടുന്ന് സ്വഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു തങ്ങളെ പോലത്തെ പ്രഗൽഭരായ ചെറുപ്പക്കാരായ സ്വഹാബത്ത് വല്ലാതെ പേടിച്ചില്ലേ. അവിടുന്ന് ഹബീബായ തങ്ങളിൽ വിശ്വാസം വെച്ചതിന്റെ പേരില് മുസ്അബിന്റെ ഉമ്മ വിളിച്ചു പറയുകയാ, മുസ്അബേ, നിന്റെ വാപ്പ വലിയ കോടീശ്വരനാ, നിന്റെ വാപ്പ വലിയ സമ്പാദ്യനാ, നിന്റെ വാപ്പാന്റെ കയ്യിൽ ആയിരക്കണക്കിനുള്ള സ്വർണ്ണ നാണ്യങ്ങൾ സമ്പാദിച്ചു വെച്ചതുണ്ട്. പക്ഷേ മുഹമ്മദിന്റെ മതത്തിൽ നിന്ന് ഒഴിവായിട്ടല്ലാതെ, അഥവാ പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ച് വന്നിട്ടല്ലാതെ, ആ ഇസ്ലാമിനെ ഉപേക്ഷിച്ചിട്ടല്ലാതെ നിന്റെ വാപ്പാന്റെ സ്വത്തിൽ നിന്നുള്ള ഒരു ദീനാറ് പോലും നിനക്ക് അനന്തരാവകാശമായി തരികയില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ഉടുത്ത വസ്ത്രങ്ങൾ പോലും മാറ്റിവെച്ചുകൊണ്ട് ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കി പറയുകയാണ്, ഉമ്മാ, അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടിയാണല്ലോ, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണല്ലോ ഈ ജീവിതം മാറ്റിവെക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ പകരം ദുനിയാവിന്റെ സമ്പത്ത് വേണ്ട ഉമ്മാ, എന്റെ പിതാവിന്റെ അനന്തരാവകാശമായ ദീനാറുകളും സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും വേണ്ട ഉമ്മാ, പകരം യജമാനനായ അല്ലാഹുവിന്റെയും അല്ലാഹുവിന്റെ റസൂലിന്റെയും പൊരുത്തം മാത്രം എനിക്ക് കിട്ടിയാൽ മതി ഉമ്മാ എന്നിങ്ങനെ പറഞ്ഞ് ഹബീബായ തങ്ങളുടെ പിന്നാലെ കൂടുകയാ. ആ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഉഹുദ് രണാങ്കണത്തിലുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയുകയാ, ആ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഉഹുദ് രണാങ്കണത്തിൽ ഷഹീദായി കിടക്കുമ്പോൾ എല്ലാ സ്വഹാബത്തും ഉഹുദ് രണാങ്കണത്തിൽ നിന്ന് പിരിഞ്ഞു പോകാൻ നോക്കുന്ന നേരത്തുണ്ടല്ലോ, അവിടുന്ന് ഷഹീദായ സ്വഹാബത്തുണ്ടല്ലോ, അവരുടെ മയ്യത്തങ്ങ് വേർതിരിക്കുമ്പോൾ ആരൊക്കെയാണ് ഷഹീദായതെന്ന് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, മയ്യത്തിനെ തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധത്തിൽ ഷഹീദായ പല ചെറുപ്പക്കാരായ സ്വഹാബികൾ അവിടെ ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിലുള്ള മഹാനായ സയ്യിദുനാ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു തങ്ങളെ പോലത്തെ സ്വഹാബത്തുണ്ടല്ലോ, അവരെ കഫൻ ചെയ്യാൻ വേണ്ടി ഒരു തുണി അങ്ങ് ചോദിക്കുമ്പോൾ അവിടുന്ന് കഫൻ ചെയ്യാനുള്ള ഒരു തുണി പോലും ലഭിച്ചിട്ടില്ല. പ്രിയപ്പെട്ട മുഅ്മിനേ, ആ മുസ്അബ് ഇബ്നു ഉമൈറിനെ പോലത്തെ സ്വഹാബികളുണ്ടല്ലോ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി യുവത്വത്തെ ചെലവാക്കാൻ തീരുമാനിച്ചപ്പോൾ അവർക്ക് അല്ലാഹു നൽകിയ സ്ഥാനം എന്തെന്നറിയുമോ? അവിടുന്ന് ഷഹീദായി കിടന്ന മയ്യത്തുണ്ടല്ലോ, അതിനെ ഒന്ന് ഫുള്ളായി കഫന് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഒരു കഫന് തുണി പോലും അവിടെ നിന്ന് ലഭിച്ചില്ല. അവസാനം ഏതോ സ്വഹാബി ഒരു കൊണ്ടുവന്ന ഒരു തുണി കഷ്ണം കൊണ്ട് അവിടുത്തെ ശരീരത്തിനങ്ങ് പൊതിയുമ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാ, അവിടുന്ന് തലഭാഗം പൊതിയുമ്പോൾ ആ മയ്യത്തിന്റെ കാൽഭാഗം കഫൻ തുണിയിൽ നിന്ന് പുറത്താവുകയാ. ആ മയ്യത്തിന്റെ കാൽഭാഗം അങ്ങ് കഫൻ ചെയ്യുമ്പോൾ ആ മയ്യത്തിന്റെ തലഭാഗം കഫൻ തുണിയിൽ നിന്ന് പുറത്താവുകയാ. അവസാനം അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ, ഉഹുദ് പർവ്വതത്തിന്റെ മുകളിലുള്ളതായ ഉണങ്ങിയതായ പുല്ലുകൾ ഉണ്ടല്ലോ, അതിനെയൊന്ന് പരിച്ചു കൊണ്ടുവാ സ്വഹാബാ. എന്നിട്ട് ആ മയ്യത്തിന്റെ തലഭാഗത്തിൽ നിന്ന് കഫൻ ചെയ്തുകൊണ്ട് അവിടുത്തെ കാൽഭാഗം കൊണ്ട് മദീനത്തെ പരിസരത്തിലുള്ളതായ ഉഹുദ് രണാങ്കണത്തിലുള്ളതായ ആ ഉഹുദ് പർവ്വതത്തിലുള്ളതായ പുല്ലുണ്ടല്ലോ, ആ പുല്ല് കൊണ്ട് അവിടുത്തെ കാൽഭാഗം മറക്കുകയാ. എന്നിട്ട് അവിടുന്ന് മയ്യത്ത് കൊണ്ടുപോയി മരമാടുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബാ, ഷഹീദായി മരിച്ചവരുണ്ടല്ലോ, ഷഹീദായി വഫാത്തായവരുണ്ടല്ലോ, ഷഹീദായി ലോകത്തിൽ നിന്ന് വിട പറഞ്ഞവരുണ്ടല്ലോ, അവർക്കുള്ള പ്രതിഫലം എന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അല്ലാഹുവിന്റെ
റസൂൽ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാ, അവർക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗമല്ലാതെ മറ്റൊന്നുമില്ല സ്വഹാബ, അവർക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗമല്ലാത്ത മറ്റൊന്നുമില്ല സ്വഹാബ, അവർക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗമല്ലാത്ത മറ്റൊരു പ്രതിഫലവും അല്ലാഹുവിന്റെ അടുക്കലില്ല സ്വഹാബ എന്ന് പറയുമ്പോൾ ആ കൂട്ടത്തിലുള്ള പല സ്വഹാബത്തും അങ്ങ് കൊതിക്കുകയാണ്, നബിയേ എന്റെ യുവത്വവും എന്റെ ഈ ശരീരം അതിന് വേണ്ടി ഞാനൊന്ന് ത്യാഗം ചെയ്യട്ടെ നബിയേ, എനിക്കൊന്ന് ഷഹീദായി മരിക്കാൻ വേണ്ടി ദുആ ചെയ്യണേ നബിയേ, എനിക്കൊന്ന് ഷഹീദാകണേ നബിയേ, ഞാനും ഒന്ന് ഷഹീദായി മരിക്കണേ നബിയേ എന്നവിടത്തെ സ്വഹാബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഇന്നെങ്ങനെയാ ഞാനും ഞങ്ങളുടെ മക്കൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, ഇന്നെങ്ങനെയാ ഞാനടക്കമുള്ള യുവാക്കൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചതായ പരിശുദ്ധ ഇസ്ലാമിന്റെ ഒരു കാര്യവും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ നൂറുണ്ടല്ലോ, ആ നൂറാകുന്ന ഇൽമിനെ വിതരണം ചെയ്യുമ്പോൾ ആ സദസ്സിലേക്ക് വരാൻ കഴിയുന്നില്ല. എന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി, എന്റെ വാത് കേൾക്കാൻ വേണ്ടി ഇവിടെ തടിച്ചുകൂടിയതായ 100 കണക്കിലുള്ള വയസ്സന്മാരുണ്ടല്ലോ, എന്തേവർക്ക് എല്ലാ മജ്ലിസിലേക്ക് വരാൻ സാധിക്കുന്നത്, എന്തവർക്ക് എല്ലാ ഹദ്ദാദിന് വരാൻ സാധിക്കുന്നത്, എന്തവർക്ക് പള്ളിയിൽ നടക്കുന്ന 5 വഖ്ത് നിസ്കാരമുണ്ടല്ലോ, സുബ്ഹിയുടെ ബാങ്ക് കേൾക്കുമ്പോൾ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് ഓടിയെത്താൻ കഴിയുന്നത് എന്നറിയുമോ? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങള് അദ്ദേഹത്തിന്റെ ഉസ്താദന്മാരിൽപ്പെട്ട വകീ എന്നവരോട് ചോദിക്കുകയാ, ഉസ്താദേ എനിക്ക് വല്ലാത്ത ഓർമ്മക്കുറവാണ്, എനിക്ക് വല്ലാത്ത പ്രയാസമാണ് ഓർമ്മക്കുറവാൻ. ഇമാം ഷാഫി തങ്ങൾ എന്നറിയുമോ? 7ാമത്തെ വയസ്സിൽ പരിശുദ്ധ ഖുർആനിന്റെ 30 ജുസ് മനപാഠമാക്കിയ മഹാനാൻ. 7ാമത്തെ വയസ്സിൽ നമ്മുടെ മക്കൾ അദബുൻ ആയെന്ന് പഠിക്കുന്നതായ, ഉമ്മ് എന്ന് പഠിക്കുന്നതായ അറബിയുടെ ആദ്യ അക്ഷരങ്ങൾ പഠിക്കുന്ന 7 വയസ്സിന്റെ മക്കളുണ്ടല്ലോ, ആ പ്രായത്തേക്ക് എത്തുമ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആനിന്റെ 30 ജുസുകളും മനപാഠമാക്കി കഴിഞ്ഞു. മക്കൾ ആ ഈ ഊ എന്ന് പഠിക്കുന്ന അലിഫ് ബാ പഠിക്കുന്ന സമയത്ത്, ആ പ്രായമായപ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് 30 ജുസു മനപ്പാഠമായിരുന്നു. വെറുതെ ഇങ്ങനെ മനപ്പാഠമാക്കിയത് മാത്രമല്ല, നമ്മളുണ്ട് ഇപ്പൊ ഒരു ട്രെൻഡാണ് ഹാഫിലാക്കുക എന്നുള്ളത്. മക്കളെ എല്ലായിടത്തും വാളിന്റെ സദസ്സിലൊക്കെ പഴയ കാലത്തങ്ങളെല്ലാം ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുവന്ന് നാട്ടിലൊരു മുദ്ദരിസ് ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് കൊടുക്കും, ഉസ്താദെ എന്റെ മോൻ ആലിമാകണം, ഉഖ്റവിയായ മുതഅല്ലിമീങ്ങളിൽ എന്റെ മകൻ പഠനം, ഒരു ആലിമാകണം, ഉസ്താദിന്റെ മോന്റെ കൈപിടിക്കണം. ഇന്നങ്ങനെയല്ല, എല്ലാ സദസ്സിലും വന്നിട്ട് നല്ല കുട്ടിൽ വന്ന ഉസ്താദെ എന്റെ മോൻ ഹാഫിളാവണം, ഇത് വറക്കണോ, എന്തേ ഹാഫിളാവണി? ഹാഫിളായെങ്കിൽ എല്ലാ മാതാപിതാക്കളെ ആശ എന്ത് അന്തർരാഷ്ട്രീയ മട്ടത പ്രഭാഷണകാരാവും. കാരണം അതല്ല ഇപ്പൊ കാണുന്നത്. ഞാൻ ആരാക്ഷേപിക്കുന്നത് എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ച് പറയുന്നതല്ല. ഇനി ഈ ഭാഗം മാത്രം കട്ടാക്കിയിട്ട് നാളെ ഇത് പ്രശ്നമായിരണ്ട. അങ്ങനെയുണ്ട്. കഴിഞ്ഞ ഇവിടെ ഒക്കെ ഞാൻ പിന്നെ ഈ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ദിക്ർ ഉറക്കെ പറയണ്ട, വയുക്റഹുൽ ലഗതു എന്നാണ് ഞാൻ ഫിഖഹിന്റെ ഇബാറത്ത് വായിച്ചത്. യുക്റഹുൽ ലഗതു എന്ന് പറഞ്ഞെങ്കിൽ ദിക്ർ ചൊല്ലണ്ട എന്നല്ല, ശബ്ദ കോലാഹലം കറാഹത്താകപ്പെടും. യുക്റഹു ദിക്റു എന്നല്ല, ദിക്ർ കറാഹത്താകപ്പെടും എന്നല്ല, യുക്റഹുൽ ലഗതു, ലഗത്ത് കറാഹത്താകപ്പെടും. ലഗത്ത് എന്ന് പറഞ്ഞെങ്കിൽ എന്ത്? ദിക്ർ ചൊല്ലണ്ട, ദിക്ർ ഉറക്കെ ചൊല്ലണ്ട എന്നല്ല, ഉറക്കേനെ കാട്ടിമീറ്റ് അപ്പുറത്ത് അട്ടഹാസിട്ട് അർബായിട്ടിട്ട് ബൊബിട്ടിട്ട് ഒച്ചപ്പാടാക്കിയിട്ട് മയ്യത്ത് കൊണ്ടുപോകുമ്പോ എന്തോ ഒരു സന്തൽ പോകുന്ന രൂപത്തിൽ, അങ്ങനെ ഒരു വിഗ്രതമാകുന്ന രൂപത്തിലാക്കി രണ്ടാ. അല്ലെങ്കിൽ പിന്നെ ദിക്ർ ചൊല്ലൽ അനിവാര്യമാണ്. എങ്ങനെ പതുക്കെ ചൊല്ലണം, അല്ല ഉറക്കന്നെ ചൊല്ലണം. ദിക്ർ പതുക്കെ മനസ്സിലല്ല ചൊല്ലേണ്ടത്. ജഹർ വേറെ, ലഗത്ത് വേറെ. ജഹർ എന്ന് പറഞ്ഞെങ്കിൽ കുറച്ച് ജോറ് ചൊല്ലുക, സിർ എന്ന് പറഞ്ഞെങ്കിൽ മെല്ലെ. ജഹർ എന്ന് പറഞ്ഞെങ്കിൽ ജോറ്, ലഗത്ത് എന്ന് പറഞ്ഞെങ്കിൽ അർബായിട്ടിട്ട് ഞമ്മപ്പ പറഞ്ഞു ഇങ്ങനെ ഒരു ഘോഷവാക്യം മുദ്രാവാക്യം വിളിച്ചു പോകുന്ന രൂപത്തിൽ, ആ രൂപത്തിൽ പറയൽ കറാഹത്ത്.
ആയിരിക്കട്ടെ, ആ ഭാഗം മാത്രം കട്ട് ചെയ്തുകൊണ്ട് പല ആൾക്കാരും പലയിടത്തേക്കും പ്രചരിപ്പിച്ചു. അതുകൊണ്ടൊന്നും സംഭവിക്കൂല, അത് വിഷയം വേറെയാണ്. പക്ഷെ എന്നാലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ അത്തരക്കും കാര്യങ്ങളെ ഉപയോഗിക്കുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട്. അള്ളാഹു അവരുടെ ശർറിൽ നിന്ന് ഞങ്ങൾ എല്ലാവരെയും സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാർ അള്ളാഹു കാത്തു സലാമത്താക്കട്ടെ. ആമീൻ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ യുവതലമുറ നല്ലോണം ശ്രദ്ധിക്കേണ്ടതായ ചില വിഷയങ്ങൾ. മക്കൾ ഹാഫിലാകണമെന്ന് പലരും ആഗ്രഹിക്കുന്നത്, ഹാഫിലായെങ്കിൽ വലിയ അന്തർരാഷ്ട്രീയ മട്ടത പ്രഭാഷണകാരാവും. അതിലൊരു കാര്യവുമില്ല. വഅദ് പറയുന്ന ആൾക്ക് ഇന്ന് ഒരു കുറവുമില്ല. ഇന്ന് എല്ലാ ജമാഅത്തിൽ നിങ്ങൾ നോക്കുക, എല്ലാ നാളും വഅദില്ലാത്ത സ്ഥലമുണ്ട്. എന്റെ വഅദിന്റെ മജ്‌ലിസിന് ആൾക്കാർ കുറവ്. പണ്ട് ഒരു നാട്ടിൽ വഅദുണ്ടെങ്കിൽ ചുറ്റുഭാഗത്ത് ഒരു 10-15 കരിയന്റെ ആൾക്കാർ വഅദിന് വരും. കിലോമീറ്ററുകളോളം നടന്നിട്ട് ചൂട്ട കത്തിച്ചിട്ടെല്ലാം ചിമിനി പിടിച്ചിട്ടുള്ള പണ്ടെല്ലാം വഅദിന് പോയിക്കൊണ്ടായി. ഈടുള്ള പ്രായമുള്ള ആൾക്കാർ, വയസ്സായ ആൾക്കാർക്ക് അറിയും പണ്ട് എത്ര കിലോമീറ്റർ നടന്നിട്ടാണ് വഅദിന് പോയത്. ഇന്ന് പള്ളിന്റെ തൊട്ടടുത്ത് തന്നെ പോരുണ്ടെങ്കിൽ ഉസ്താദെ ഞാൻ ലൈവിൽ നോക്കുന്നു പോരലിരുന്നിട്ട്, ലൈവില് നോക്കിയെങ്കിലും വഅദ് കേൾക്കും, വിഷയം ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിയൂ. പക്ഷെ ഇൽമിന്റെ സദസ്സിലുള്ള ഒരു ബർക്കത്തുണ്ടല്ലേ, ആ ബർക്കത്ത് ലോകത്ത് മറ്റൊരാൾക്കും ആ സദസ്സിൽ പങ്കെടുത്തിട്ടല്ലാതെ കരസ്ഥമാക്കാൻ സാധിക്കൂല. അതാ ഇൽമിന്റെ സദസ്സിൽ തന്നെ പോയിട്ടിരിക്കണം. പ്രത്യേകിച്ച് അവനവന്റെ മഹലിന്റെ പള്ളിയിൽ നടക്കുന്ന എല്ലാ പരിപാടികളെ വിജയിപ്പിച്ചെടുക്കൽ ആ നാട്ടിലെ ഓരോ ഈമാനുള്ള മനുഷ്യന്മാരുടെ ബാധ്യതയാണ്. ഈമാൻ ഇല്ലെങ്കിൽ പിന്നെ പറയണ്ട. അല്ലാഹു ഞങ്ങളുടെ ഈമാൻ തന്നെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ ആലിമാക്കാൻ മക്കളെ നന്നായി ഇൽമു പഠിപ്പിക്കണം. നമ്മളിപ്പോ കുറെ ആൾക്കാർ ഹാഫിലാക്കിയത് കൊണ്ട് എന്തായി, മക്കള് പേടിച്ചിട്ടും അടി തിണ്ടിട്ടും അടി കൊണ്ടിട്ടും ശിക്ഷിക്കപ്പെട്ടിട്ടും ഖുർആൻ കുറെ ജുസു മനപ്പാടാക്കി, അവസാനം 10-15 ജുസു മനപ്പാടാക്കിയിട്ട് കുഞ്ഞു വാശി പിടിച്ച് ഞാൻ ഇനി പോകുന്നില്ല ഉപ്പാക്ക് പേടിയായി, ഇനി നിർബന്ധിച്ചെങ്കിലും ഒന്ന് നാട് വിട്ടെങ്കിലും അങ്ങനെ പേടിച്ചിട്ട് ഉപ്പ മതിയാക്കി. കുറച്ച് ദിവസം കഴിയുമ്പോൾ 10-15 നാൾ കഴിയുമ്പോൾ ഈ 15 ജുസുവിന്റെ ഒരു ജുസുവിന്റെ പാതി ജുസു പോലും കാണാതെ ഓതാൻ അറിയുന്നില്ല. പരിശുദ്ധ ഖുർആൻ മണപ്പാടമാക്കൽ നിർബന്ധമില്ല. സൂറത്തുൽ ഫാത്തിഹ അല്ലാത്ത മറ്റൊന്നും മണപ്പാടമാക്കൽ നിർബന്ധമില്ല. മണപ്പാടാക്കുന്നെങ്കിൽ മോശമൊന്നുമില്ല, നല്ലത് തന്നെയാണ്. പക്ഷേ മനപ്പാടമാക്കിയ ഖുർആൻ മറക്കൽ ഹറാമാണ്. കെട്ടിയിടേണ്ടതായ ഒട്ടകം ചാടി തെറ്റിച്ച് ഓടുന്നതിനേക്കാളും അശദ്ധായി റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഒട്ടകം അതിന്റെ കയറ് തെറ്റിച്ച് പായുന്നതിലേറെ സ്പീഡിൽ പരിശുദ്ധ ഖുർആൻ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ചാടി പോകും സ്വഹാബ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബ ഒട്ടകം ചാടി പോകുന്നതിലേറെ സ്പീഡിൽ പരിശുദ്ധ ഖുർആൻ മനസ്സിൽ നിന്ന് ചാടുകയാ. അതുകൊണ്ടാണല്ലോ എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, അല്ലാഹുവിന്റെ പള്ളിയിലെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതായ ഇൽമുണ്ടല്ലോ, ആ ഇൽമിനെ പഠിപ്പിച്ചു തരുന്ന പണ്ഡിതന്മാർ ഇവിടെ രാത്രിയും പകൽ അധ്വാനിച്ചുകൊണ്ട് എത്ര സൂറത്തുകളായിരുന്നു നിങ്ങളെ കൊണ്ട് മനപ്പാഠമാക്കിച്ചത്. എല്ലാ ദിവസം പതിവാക്കേണ്ടതായ സൂറത്തുകൾ ഉണ്ടല്ലോ, അത് നീ ഏത് നാട്ടിലായാലും ഏത് കാട്ടിലായാലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി നിന്റെ കയ്യിൽ മുസ്ഹഫ് ഇല്ലെങ്കിൽ പോലും മനപ്പാഠമായി നീ ഓതണം എന്ന് വിചാരിച്ചുകൊണ്ട് ആ നിയമം വെച്ചുകൊണ്ട് നിനക്ക് പഠിപ്പിച്ചതായ സൂറത്തുകളുണ്ടല്ലോ, നിനക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ, ഞനക്കത് ഇന്നും മറന്നിട്ടില്ല ഉസ്താദേ. യാസീന് പോലും നോക്കിയിട്ടല്ലാതെ ബോധാൻ കഴിയാത്തവരാണല്ലോ പരിശുദ്ധ ഖുർആൻ മനപ്പാഠമാക്കിയ നമ്മളുണ്ടല്ലോ. ആ ഖുർആനിന്റെ എല്ലാ സൂറത്തുകളും മറക്കൽ സാധാരണമാണല്ലോ. എന്നാൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു 7ാമത്തെ വയസ്സിൽ ഹാഫിദായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങളുണ്ടല്ലോ, അവിടുന്ന് ജീവിതത്തിൽ എല്ലാ ദിവസം പരിശുദ്ധ ഖുർആനിന്റെ ഓരോ ഖത്മുകൾ ഓതുകയാ, ഓരോ ജുസ്. അല്ല പ്രിയപ്പെട്ട സഹോദര, പരിശുദ്ധമായ റമദാൻ മാസം വന്നാൽ പോലും ഒരു ഖത്മ തീർക്കാൻ പ്രയാസപ്പെടുന്ന ഞാനും നിങ്ങളുണ്ടല്ലോ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ ഓരോ ദിവസം ഓരോ ഖത്മുൽ ഖുർആൻ ഓതി തീർക്കുകയാ. പരിശുദ്ധ റമദാൻ എങ്കാലും വന്നാൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങളുണ്ടല്ലോ 2 പ്രാവശ്യം ഖത്മ തീർക്കുകയാ. റമദാനിന്റെ ഒരു മാസം കൊണ്ടല്ല, 365 ദിവസങ്ങളിൽ നിന്നുള്ള ഓരോ ദിവസത്തിൽ ഓരോ ഖത്മ ഓതുന്ന ഇമാം ഷാഫി തങ്ങൾ പരിശുദ്ധ റമദാൻ മാസത്തിന്റെ ഓരോ നോമ്പിൽ
നോമ്പിലും രണ്ട് ഖത്മുകൾ ഓതി തീർക്കുകയാണ്. എത്ര വലിയ സൂക്ഷ്മതയുള്ള പണ്ഡിതനായിരുന്നു ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇന്ന് ഏതെങ്കിലും ഒരു താടി വെച്ചവന്റെ പ്രസംഗം കേട്ടുകൊണ്ട്, ഏതെങ്കിലും ഒരു പുത്തൻ ആശയക്കാരന്റെ ഏതെങ്കിലും ഒരു ക്ലിപ്പിംഗ് കേട്ടുകൊണ്ട് പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ബാല്യക്കാരാ, ആ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങളോട് രണ്ട് മുഖമുള്ളതായ ഒരു പെണ്ണുകുട്ടിയുടെ മസല അങ്ങ് ചോദിക്കാൻ വന്നപ്പോൾ, അതാ ഒരു പെണ്ണിന് രണ്ട് മുഖമാണ്. നമ്മൾ കാണുന്നതല്ലോ രണ്ട് ശരീരങ്ങൾ ഒറ്റിപ്പിടിച്ചതായ കോൺജോയിന്റ് ട്വിൻസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അഥവാ സയാമി എരണ്ട എന്നാണ് കന്നഡത്തിൽ പറയുന്നത്. സയാമി അവളി എന്നാണ് പറയുന്നത്. അതേ രണ്ട് കുഞ്ഞുകൾ ഒരു ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ വളരുന്നതായ രണ്ട് കുട്ടികളുണ്ടല്ലോ, അവരങ്ങ് ഒറ്റിപ്പിടിച്ചിങ്ങനെ പ്രസവിക്കപ്പെടുകയാണ്. ചിലപ്പോൾ അവരുടെ മുതുവിന്റെ ഭാഗം ഇങ്ങനെ ഒറ്റിപ്പിടിക്കുകയാ, ചിലപ്പോ നടുവിന്റെ ഭാഗം അങ്ങ് ഒറ്റിപ്പിടിക്കുകയാ, ചിലപ്പോ തല രണ്ട് ഒറ്റിപ്പിടിക്കുകയാ, ചിലപ്പോ ഒരു മനുഷ്യന്റെ കയ്യിൽ 6 വിരലുണ്ടാവുകയാ, അഥവാ ചിലപ്പോ ഒരു എക്സ്ട്രാ കൈ തന്നെ ഉണ്ടാവുകയാ. അങ്ങനെയെല്ലാം ദുനിയാവിൽ ജനിക്കപ്പെടുന്നുണ്ടല്ലോ. എന്നാൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങളുടെ കാലത്തുണ്ടല്ലോ ഒരു പെണ്ണിന്റെ രണ്ട് മുഖമുള്ളതായി പ്രസവിക്കപ്പെട്ടപ്പോൾ, ആ പെണ്ണങ്ങ് വലുതായപ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങളോട് മസല ചോദിക്കാൻ വേണ്ടി വരികയാ. എന്താണ് മസല? ആ പെണ്ണ് ഉദു എടുക്കുമ്പോൾ ഏത് മുഖമാണ് കഴുകേണ്ടത്? ആ പെണ്ണ് സുജൂദ് ചെയ്യുമ്പോൾ ഏത് നെറ്റിയുള്ള മുഖമാണ് വെക്കേണ്ടത്? ഇമാം ഷാഫി തങ്ങൾ അവിടുന്ന് പറഞ്ഞു, ആ പെണ്ണിന്റെ മുഖം നോക്കാതെ പറയാൻ കഴിയൂല. ആ പെണ്ണിന്റെ മുഖം നോക്കാതെ മസല പറയാൻ കഴിയൂല. ഇമാം ഷാഫി തങ്ങളോട് അവിടുന്ന് പറഞ്ഞു, എന്നാൽ ആ പൊന്നുമോളെ ഇപ്പൊ തന്നെ ഞങ്ങൾ കൊണ്ടുവരാം. അവിടെ ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞു, പാടില്ല കേട്ടോ, അന്യ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കാൻ ഞാൻ തയ്യാറല്ല. സുബ്ഹാനല്ലാഹ്, ഇവിടെയുള്ള ഉസ്താദന്മാരോട് മസല ചോദിച്ചു നോക്ക്. നിർബന്ധമായ മസല പഠിപ്പിക്കേണ്ട സ്ഥലത്ത്, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിക്കുന്ന സ്ഥലത്ത്, അഥവാ ഫർദ് ഐനായ സ്ഥലത്ത്, ഫർദ് കിഫായായ സ്ഥലത്ത്, അഥവാ സുന്നത്തായ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന നേരത്തുണ്ടല്ലോ, അഥവാ ഇമാം റംലി റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായ പ്രകാരം എല്ലാ ജായിസായ പരിശുദ്ധ ഇസ്ലാമിന്റെ എന്തെല്ലാം അഹ്കാമുകളുണ്ടോ അത് പഠിപ്പിക്കുന്ന സമയത്ത് മുഖത്തേക്ക് നോക്കാം എന്നാണല്ലോ മസല പറയുന്നത്. എന്നാൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാ, അവിടുന്ന് മുഖം നോക്കാൻ പാടുള്ളതല്ല. അവസാനം ഇമാം ഷാഫി തങ്ങൾ ആ പെണ്ണിന്റെ വാപ്പയോട് ചോദിക്കുകയാ, നിങ്ങളെങ്കാലും ആ പെണ്ണിനെ എനിക്ക് കെട്ടിച്ചു തന്നാൽ, എനിക്ക് നിങ്ങൾ നിക്കാഹ് ചെയ്ത് തന്നാൽ, ഹലാലായ രൂപത്തിൽ അവിടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മസല പറയാം. ആ പെണ്ണിന്റെ വാപ്പ പറഞ്ഞു, 100 സ്വർണത്തിന്റെ നാണയങ്ങൾ തന്നാൽ നിങ്ങൾക്ക് ഞാൻ അതിനെ കെട്ടിച്ചു തരാം. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, 2023 ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുന്ന സമയത്തുണ്ടല്ലോ, ഒരു 2 പവൻ സ്വർണം മഹറായി കൊടുക്കണമെങ്കിൽ ആ പെണ്ണിന്റെ വാപ്പയോട് സ്ത്രീധനം വാങ്ങുന്നവരാണല്ലോ. ആ പെണ്ണിന്റെ വാപ്പയോട് 4-5 ലക്ഷം മടിയില്ലാതെ ചോദിക്കുകയല്ലേ. എന്നാൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഒരു ഉറുപ്പിക പോലും കാശി വാങ്ങാതെ, സ്ത്രീധനം വാങ്ങാതെ, അക്കാലത്ത് ഹിജ്റ 150-ാമത്തെ വയസ്സിൽ, ഹിജ്റ 150-ാമത്തെ വയസ്സിലാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ ജനിക്കുന്നത്. ഹിജ്റ 204-ലാണ് വഫാത്ത്. അതായത് ഇന്നത്തെ കണക്കനുസരിച്ച് നോക്കിയാൽ 1250 വർഷങ്ങൾക്ക് മുമ്പ് ജനിക്കപ്പെട്ടതായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, അഥവാ 1200 കൊല്ലങ്ങൾക്ക് മുമ്പ് ജനിച്ചതായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങളുണ്ടല്ലോ, അക്കാലത്തെ 100 സ്വർണ്ണ നാണയങ്ങൾ മഹറായി കൊടുക്കുകയാണ്. എന്നിട്ട് നിക്കാഹ് കഴിഞ്ഞതിന്റെ ശേഷം ആ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മസല പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് ത്വലാഖ് പറയുകയാണ്. ആ പെണ്ണിനെ
പെണ്ണിനെ ത്വലാഖ് പറഞ്ഞുകൊണ്ട് ഇമാം ഷാഫി തങ്ങൾ പറയുകയാ, മോളെ എനിക്ക് നീ മഹർ തിരിച്ചു തരേണ്ടതില്ല. കാരണം ഒരു പെണ്ണിനെ ത്വലാഖ് പറഞ്ഞാൽ ആ പെണ്ണിനെ ശാരീരികമായി തൊടുന്നതിന് മുമ്പ് ഒരു പുരുഷനെങ്കാലും അവൻ തന്നെ ഒഴിവാക്കിയാൽ മഹറിന്റെ പകുതി തിരിച്ചു വാങ്ങാവുന്നതാണ്. മഹറിന്റെ പകുതി അവൾക്ക് തന്നെ കൊടുക്കേണ്ടതാ. അഥവാ നിക്കാഹ് കഴിഞ്ഞതിന്റെ ശേഷം വീട്ടുകൂടുന്നതിന് മുമ്പ് ശാരീരികമായി അവർ ഒന്നാകുന്നതിന് മുമ്പ് പെണ്ണെങ്കാലും ആണിനെ വേണ്ട എന്ന് പറഞ്ഞാൽ ആ മഹറിന്റെ ഒരു അല്പം പോലും പെണ്ണിന് ലഭിക്കുകയില്ല. ആന് ഒഴിവാക്കിയാൽ ആ പെണ്ണിനെ ശാരീരികമായി തൊടുന്നതിന് മുമ്പ് ആന് ഒഴിവാക്കിയാൽ മഹറിന്റെ പകുതി കൊടുക്കേണ്ടതാണ്. പെണ്ണ് ഒഴിവാക്കിയാൽ അവളെ തൊടുന്നതിന് മുമ്പ് പെണ്ണ് ഒഴിവാക്കിയാൽ അത് ത്വലാഖാകട്ടെ ഫസ്ഖാകട്ടെ എന്താകട്ടെ പെണ്ണ് ഒഴിവാക്കിയാൽ ആ മഹറിന്റെ തേച്ചും പുരുഷന് തിരിച്ചു കൊടുക്കേണ്ടതാ. ഇനി ഏത് നിലക്കുള്ള ഒഴിവാക്കിയതാണെങ്കിലും ആ പെണ്ണിനെ ശാരീരികമായി അവൻ ബന്ധപ്പെട്ടതിന്റെ ശേഷമാണെങ്കിൽ ഒരൊറ്റ രാത്രിയാണ് അവളുടെ കൂടെ അവൻ ഉണ്ടായത്. പിറ്റേന്ന് ത്വലാഖ് പറഞ്ഞു, അഥവാ പിറ്റേന്ന് അവള് തന്നെ അവനെ ഒഴിവാക്കാൻ ആവശ്യപ്പെടുകയാണ്. പക്ഷെ അവർക്ക് ഒന്നാമത്തെ രാത്രിയിൽ തന്നെ അവർ ശാരീരികമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ആ മഹറിന്റെ പൂർണ്ണമായ അവകാശം പെണ്ണിന് മാത്രമാണ്. സാന്ദർഭികമായി ഞാൻ മസല പറയുന്നത് അത്തരക്കും കാര്യങ്ങൾ ചിലപ്പോൾ ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ട് പലപ്പോഴും അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. ഇനി ഒരു മസല കേൾക്കണ. അതേ ഒരു പെണ്ണിന്റെ നിക്കാഹ് കഴിഞ്ഞ ഉടനെ ആ ഭർത്താവെങ്കാലും മരണപ്പെട്ടു പോയാൽ, നിക്കാഹ് കഴിഞ്ഞ് വീട്ടുകൂടുന്നതിന് മുമ്പ് ഒരു ഭർത്താവെങ്കാലും മരണപ്പെട്ടു പോയാൽ, അഥവാ പെണ്ണ് മരണപ്പെട്ടു പോയാൽ ആ മഹറിന്റെ പൂർണ്ണമായ അവകാശം പെണ്ണിന് മാത്രമാണ്. നിക്കാഹ് കഴിഞ്ഞ ഉടനെ അവൻ പന്തിയുടെ മാലയിടുന്നതിന് മുമ്പ് ആ പതിയാപ്പിളയെങ്കാലും മരണപ്പെട്ടു പോയാലുണ്ടല്ലോ ആ മഹറിന്റെ പൂർണ്ണമായ അവകാശം പെണ്ണിന് മാത്രമാണ്. അഥവാ നിക്കാഹ് കഴിഞ്ഞ ഉടനെ ഒന്നാമത് പെണ്ണിന്റെ തലയിൽ കൈവച്ച് ദുആ ചെയ്യാൻ വേണ്ടി നീ പോകുന്നതിന് മുമ്പ്, നിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വീട്ടുകൂടുന്നതിന് മുമ്പ് ആ പെണ്ണെങ്കാലും ഹാർട്ട് അറ്റാക്കിലോ മറ്റെന്തെങ്കിലോ കാരണം കൊണ്ട് മരണപ്പെട്ടു പോയാൽ മോനെ മഹർ തിരിച്ചു വാങ്ങൽ നിനക്ക് ഹലാലല്ല. ആ മഹറിന്റെ പൂർണ്ണമായ അവകാശമുണ്ടല്ലോ ആ പെണ്ണിനും പെണ്ണിന്റെ അവകാശികൾക്കാണ്. ഇന്ന് എത്രയിടത്താണ് സുബ്ഹാനല്ലാഹ് സ്വന്തം മകന്റെ ഭാര്യ പ്രസവിച്ച് മരിച്ചതിന്റെ ശേഷം, സ്വന്തം മകന്റെ ഭാര്യ 2ഉം 3ഉം പ്രസവിച്ചതിന്റെ ശേഷം മരണപ്പെട്ടു പോയാലും എന്റെ മകൻ തന്ന മഹർ തിരിച്ചു തരണമെന്ന് ചോദിക്കുന്ന മാതാപിതാക്കളുണ്ടല്ലോ. മോനെ നിനക്ക് നാണമില്ലേ? എന്റെ ഉത്തരവാദിത്തമുള്ള വാപ്പാ, നിനക്കത് ഹലാലാകുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? എന്നോട് തന്നെ ചോദിക്കാൻ വന്നിട്ടുണ്ട്. ഉസ്താദേ, എന്റെ മകള് മരണപ്പെട്ടു പോയി, എന്റെ മകള് മരണപ്പെട്ടു പോയി. അവളെ 2-3 പ്രസവിച്ചതിന്റെ ശേഷമാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത്. പക്ഷെ അവളുടെ ഭർത്താവ് നല്ല ഒരു മനുഷ്യനായതുകൊണ്ട് അവളുടെ മഹറിനെ ഇന്നേ വരെ അവൻ നശിപ്പിച്ചിട്ടില്ല. അവളുടെ മഹറിന്റെ സ്വർണം പോലും ഇന്ന് പോലും അവരുടെ അൽമാരിൽ കിടക്കുകയാ. പക്ഷെ ആ പെണ്ണിന്റെ മാതാപിതാക്കൾ, ആ പുതിയ പിള്ളയുടെ മാതാപിതാക്കൾ വന്ന് മഹറങ്ങ് തിരിച്ചു ചോദിക്കുകയാണ്, ഉസ്താദേ ഞങ്ങൾ അതിനെ കൊടുക്കേണ്ടതുണ്ടോ എന്ന് എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, പറയാൻ ഉദ്ദേശിച്ച മസലയല്ല, സാന്ദർഭികമായി പറഞ്ഞു പോയതാ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങളുണ്ടല്ലോ, ആ പെണ്ണിനെ ശാരീരികമായി തൊട്ടിട്ടില്ലെങ്കിൽ പോലും ആ പെണ്ണിനെ ത്വലാഖ് പറഞ്ഞു. വെറും ഹലാലായ ആവശ്യത്തിൽ, ഹലാലായ മാർഗത്തിൽ മുഖത്തേക്ക് നോക്കാൻ മാത്രമാണ് നിക്കാഹായത്. എന്നിട്ട് പെണ്ണിനോട് പറയുകയാണ്, മോളെ നീ എനിക്ക് മഹറിന്റെ പകുതി തരേണ്ടതില്ല. നിയമപ്രകാരം മഹറിന്റെ പകുതി വാങ്ങാവുന്നതാണ് ഇമാം ഷാഫി തങ്ങൾക്ക്. എന്നാൽ മഹർ പൂർണ്ണമായും പെണ്ണിലേക്ക് കൈമാറുകയാ. അത്രക്കും സൂക്ഷ്മത പാലിച്ചിരുന്നതായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉസ്താദിനോട് പറയുകയാണ്, ഉസ്താദേ എനിക്ക് മറക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
ഞാനും നിങ്ങൾ മറക്കാൻ തുടങ്ങിയതുപോലെയല്ല. നിസ്കാരത്തിന്റെ റക്അത്ത് എത്രയാ എന്നാണല്ലോ ഞാനും നിങ്ങൾ മറക്കുന്നത്. എന്നാൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഓർമ്മശക്തിയോടും അവിടുത്തെ ബുദ്ധിശക്തിയോടും അവിടുത്തെ ഇൽമിനോടൊത്ത് ചെറിയ ഒരു അംശം മറവി വന്നപ്പോൾ ഉസ്താദിനോട് അതിന്റെ കാരണം ബോധ്യപ്പെടുത്തിയപ്പോൾ ഉസ്താദ് പറയുകയാണ് ഇമാം ഷാഫി തങ്ങളോട്, അല്ലയോ ഷാഫി, ശകൗതു ഇലാ വകീഇൻ സുഅ ഹിഫ്ദി വഔസാനി ഇലാ തർക്കിൽ മഅസി وقال العلم نور الله حقا ونور الله لا يعطى لعصي. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങളോട് അവിടുത്തെ ഉസ്താദ് പറയുകയാ, ഇമാം ഷാഫി തങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു പൊരുത്തപ്പെടാത്തത് എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കണേ ഷാഫി. കാരണം എന്തെന്നറിയുമോ മോനെ, വഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖ്ഖാ, അല്ലാഹുവിന്റെ പ്രകാശമാകുന്ന ഇൽമുണ്ടല്ലോ, അഥവാ ഇൽമുണ്ടല്ലോ, അത് ഹഖായിട്ടും അല്ലാഹുവിന്റെ പ്രകാശമാ. അല്ലാഹുവിന്റെ പ്രകാശം ദോഷിക്ക് ഒരിക്കലും കിട്ടുകയില്ല, തമ്മാടിക്ക് അല്ലാഹുവിന്റെ പ്രകാശം കിട്ടുകയില്ല, തെറ്റ് ചെയ്യുന്നവന് അല്ലാഹുവിന്റെ പ്രകാശം ലഭിക്കുകയില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനോട് അവിടുത്തെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഇനി ഒന്ന് ഞാനും നിങ്ങളും ചിന്തിക്കാൻ സമയമായില്ലേ? എന്തേ എനിക്ക് പള്ളിയിൽ പോകാൻ കഴിയാത്തത്? എന്തേ എനിക്ക് ഇൽമിന്റെ സദസ്സിൽ പോവാൻ കഴിയാത്തത്? എന്റെ എല്ലാ ഹറാമായ വഴിയിലേക്കും മടിയില്ലാതെ ഓടിയെത്തുന്ന ഞാനുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രകാശമാകുന്ന ഇൽമിന്റെ മജ്ലിസിലേക്ക് പോവാൻ കഴിയാത്തത് എന്തുകൊണ്ടാ? എന്തേ ഇവിടെ താടി നിറച്ചവരും മുടി നിറച്ചവര് ഞാൻ ഏത് സമയത്താവാ മരണപ്പെട്ടു പോകുന്നതെന്ന് ചിന്തിക്കുന്ന പ്രായക്കാരുണ്ടല്ലോ, ഒരു പ്രയാസമില്ലാതെ ഇൽമിന്റെ സദസ്സിലേക്ക് ഓടിയെത്തുകയാ. കാരണം തെറ്റായ വഴിയിലേക്ക് തന്നെ നമ്മുടെ ജീവിതം മാറ്റിവെച്ചത് കൊണ്ടാ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ അറിയണോ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തുണ്ടല്ലോ, അവർ വലിയൊരു യുദ്ധത്തിൽ പങ്കെടുത്തു. വലിയൊരു യുദ്ധം. ആ യുദ്ധത്തിൽ പങ്കെടുത്തപ്പോൾ സ്വഹാബത്തിന് ചെറിയൊരു പരാജയം നേരിടേണ്ടി വന്നു. ചെറിയൊരു പരാജയം അവർക്ക് നേരിടേണ്ടി വന്നു. അങ്ങനെ സ്വഹാബത്ത് ഇരുന്ന് ഇങ്ങനെ വിഷയം ചർച്ച ചെയ്തു. എന്തേ ഞങ്ങൾ പരാജയപ്പെട്ടു? ബദറിൽ ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്, ഉഹ്ദിലും ഖൈബറിലും ഖന്ദക്കിലും തബൂക്കിലും ഹുനൈനിലും ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്. അതും ബദറിൽ എങ്ങനെയാ ജയിച്ചത്? 300 ചില്ലാന സ്വഹാബികൾ, നിരായുധരാണ്. അവരുടെ കയ്യിൽ ആയുധങ്ങൾ, കൈവശത്ത് ആയുധങ്ങളൊന്നുമില്ല. പട്ടിണി കിടന്നുകൊണ്ട് പരിശുദ്ധ റമദാനിന്റെ 16 നോമ്പ് നോറ്റ് 17ാമത്തെ നോമ്പിന്റെ സമയത്ത് ഒരു വെള്ളിയാഴ്ച 16 നോമ്പിൽ പല നോമ്പുകൾക്കും അവർക്ക് അത്താഴത്തിന് വെറും പച്ചവെള്ളവും ചിലപ്പോൾ ഈത്തപ്പഴ അല്ലെങ്കിൽ ഉണങ്ങിയ കാറയ്ക്ക് മാത്രം നോമ്പ് തുറക്കാനും മുത്താളത്തിന് എല്ലാം അത് തന്നെ. അങ്ങനെ നോമ്പ് പിടിച്ച് ശരീരത്തിന്റെ ആരോഗ്യമെല്ലാം ക്ഷീണിച്ചു പോയ സ്വഹാബത്തുണ്ടല്ലോ, ആ സ്വഹാബത്തിനോട് പൊരുതാൻ വേണ്ടി നേരിടാൻ വേണ്ടി വന്ന സൈന്യം അബൂജഹലിന്റെയും ഉത്ബത്തിന്റെയും ശൈബത്തിന്റെയും നേതൃത്വത്തിൽ ആയിരക്കണക്കിലുള്ളതായ മക്കയിലെ ഘട്ടാനുഘട്ടി ആൾക്കാർ. അവർ പൂർണ്ണമായ ശസ്ത്രസജ്ജിതമായിട്ട് എല്ലാ നിലക്കുള്ള ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ട്. ഇനി അവരെ ഇൻട്രസ്റ്റ് ആക്കാൻ വേണ്ടി, പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി, അവർക്ക് ധൈര്യം നിറക്കാൻ വേണ്ടി ആ ഘട്ടാനുഘട്ടി മുശ്രിക്കീങ്ങളുടെ കൂടെ നൃത്യമാടുന്ന പാട്ടുപാടി അവരെ രസിപ്പിക്കാനും ഡാൻസ് കളിച്ചവരെ രസിപ്പിക്കാനും വേണ്ടി നൂറുകണക്കിലുള്ളതായ സുന്ദരികളായ പെണ്ണുകുട്ടികളുണ്ട്. IPL മാച്ചൊക്കെ കാണുന്ന സമയത്ത് ഹറാമായ നിലക്ക് പണം സമ്പാദിക്കാൻ ഒരു മടിയും കാട്ടാതെ, ഒരു മടിയുമില്ലാതെ ആ മാച്ച് കണ്ടുകൊണ്ട് ബെറ്റിംഗ് കെട്ടുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, സുബ്ഹാനല്ലാഹ്, അതിൽ വരുന്നതായ വരുമാനം കൊണ്ട്, ആ ബെറ്റിംഗിലൂടെ സമ്പാദിച്ചതായ പണം കൊണ്ട് സ്വന്തം കുടുംബത്തിനെ, ഭാര്യ മക്കളെ തീറ്റിക്കുന്നതായ എന്റെ പ്രിയപ്പെട്ട യുവ സമൂഹം മനസ്സിലാക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്, ദീനാറുൻ അൻഫഖ്തഹു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നീ ചെലവഴിക്കുന്ന ഒരു ദീനാർ,
അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ഒരു ദീനാർ. വദീനാറുൻ അൻഫഖ്തഹു അലാ റഖബ, ഒരു പാവപ്പെട്ട അടിമയെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി നീ ചെലവഴിക്കുന്ന ഒരു ദീനാർ. അതുപോലെ വദീനാറുൻ തസദ്ദഖത ബിഹി അലാ മിസ്കീൻ, ഒരു പാവപ്പെട്ട ഒരു നേരത്തിന്റെ കഞ്ഞിക്ക് പോലും പ്രയാസപ്പെടുന്ന നിന്റെ കുടുംബത്തിലോ നിന്റെ നാട്ടിലോ നിന്റെ അയൽവക്കത്തിലോ ഏതെങ്കിലും ഒരു മിസ്കീൻമാരുണ്ടെങ്കിൽ അവർ കുറു നേരത്തിന്റെ ഭക്ഷണത്തിന് വേണ്ടി നീ ചെലവഴിക്കുന്ന ഒരു ദീനാർ. ഹബീബായ തങ്ങൾ പറയുന്നത് വദീനാറുൻ അൻഫഖ്തഹു അലാ അഹ്ലിക, നിന്റെ സ്വന്തം ഭാര്യ മക്കൾക്ക് വേണ്ടി, നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി, നിന്റെ കൂടെപ്പിറപ്പുകളായ സഹോദര സഹോദരിമാർക്ക് വേണ്ടി നീ ചെലവഴിക്കുന്ന ഒരു ദീനാർ താരതമ്യം ചെയ്തു നോക്കിയാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ദീനാർ, പാവപ്പെട്ട അടിമക്ക് വേണ്ടി ചെലവഴിക്കുന്ന ദീനാർ, മിസ്കീന്മാർക്ക് വേണ്ടി സ്വതക്ക കൊടുക്കുന്ന ദീനാർ, നിന്റെ സ്വന്തം ഭാര്യ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി നീ ഉപയോഗിക്കുന്ന ദീനാർ, ഇതിനെ ഒന്ന് കണക്കാക്കി പരിശോധിച്ച് നോക്കിയാൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് അഅ്ലമുഹാ അജ്റൻ അല്ലദി അൻഫഖ്തഹു അലാ അഹ്ലിക, നിന്റെ കുടുംബത്തിന്റെ ഭാര്യ മക്കൾക്ക് വേണ്ടി നീ ചെലവഴിച്ച പണമുണ്ടല്ലോ, ആ സ്ഥാനത്തേക്ക് മറ്റൊരു പണവും എത്തൂല. സ്വന്തം ഭാര്യക്ക് വേണ്ടി, സ്വന്തം മക്കൾക്ക് വേണ്ടി രാവിലെ പോയി വൈകുന്നേരം വരെ അധ്വാനിച്ച് യജമാനന്റെ കയ്യിൽ നിന്ന് ചിലപ്പോ ചീത്ത കേട്ടുകൊണ്ട് ആട്ടും തുപ്പലൊക്കെ കേട്ട് സഹിച്ചുകൊണ്ട് അധ്വാനിച്ച് ആ കിട്ടുന്ന പൈസ കൊണ്ട് ഭാര്യ മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളുണ്ടല്ലോ, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് നിങ്ങൾ രാവിലെ പോയി വൈകുന്നേരം മടങ്ങുന്നത് വരേക്കുള്ള ആ സമയം അത് അള്ളാഹുവിന് വേണ്ടിയുള്ള ഇബാദത്തിലാണ്, അല്ലാഹുവിന്റെ ഇബാദത്താണ്. നിങ്ങൾ ആ ഭാര്യ മക്കൾക്ക് ചെലവഴിക്കുന്ന പണമുണ്ടല്ലോ, അതിന് കിട്ടുന്ന പ്രതിഫലം ഈ ലോകത്ത് മറ്റൊരു അമലിന് വേണ്ടിയും മറ്റൊരു കാര്യത്തിന് വേണ്ടിയും ചെലവഴിച്ചാൽ അതിന് വേണ്ടി കിട്ടൂല. അത്രമാത്രം പ്രതിഫലമുള്ളതായ ആ പണം ഹറാമിന്റെ വഴിയിലൂടെ സമ്പാദിക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്റെ ഉമ്മമാർ, സഹോദരിമാർ, പല സംഘടനകളുണ്ട് ഇന്ന്. സ്വന്തം വീട്ടിന്റെ അകത്തേക്ക് കടന്നു വന്നുകൊണ്ട് നിനക്ക് പലിശ തരാൻ വേണ്ടി എത്രയോ സംഘടനകൾ ഇന്നുണ്ട്. ഇന്ന് പഴയ കാലത്തെ പോലെ ബാങ്കിൽ നിന്ന് ബാങ്കിലേക്ക് ഇങ്ങനെ തിരിഞ്ഞ് അവസാനം ലോൺ കിട്ടാതെ ബേജാറായിട്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരു കാലം ഉണ്ടായി. ഇന്ന് അങ്ങനല്ല. നിന്റെ പൈസ ATM-ൽ കുത്തിയിട്ട് നീ വലിക്കാൻ നോക്കിയിട്ട് അവസാനം കാർഡ് വലിക്കുന്നതിന് മുമ്പ് നിന്നോട് ചോദിക്കും ലോൺ വേണം. നിന്റെ പൈസ നിന്റെ ATM കാർഡ് കുത്തി നീ എടുക്കുന്ന സമയത്ത് കാർഡ് തിരിച്ചു കിട്ടണമെങ്കിൽ നീ പറയണം ലോൺ വേണ്ട, ഇല്ലെങ്കിൽ നിന്റെ കാർഡ് തിരിച്ചെടുക്കാൻ കഴിയൂല. ആ അവസ്ഥയിലാണ് ബാങ്കുകൾ മത്സരിച്ചുകൊണ്ടിരുന്ന് ഞാൻ നിനക്ക് തരാം പലിശക്ക്, കുറച്ച് ചെറിയ പലിശക്ക് തരാം, ചെറിയ പലിശക്ക് നിനക്ക് ഞാൻ തരാം. സുബ്ഹാനല്ലാഹ്. പല സംഘടനകളും ഇന്ന് വീട്ടിന്റെ അകത്ത് പെണ്ണുങ്ങൾക്കുള്ള ഏത് സംഘടനകളാണെങ്കിലും പലിശ ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ബഡ്ഡിയുടെ വ്യവഹാരം ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് അവരാണ് ഞങ്ങൾക്ക് മാതൃക, അവരാണ് ഞങ്ങൾക്ക് മാതൃക. ബഹുമാനപ്പെട്ട സ്വാലിഹീങ്ങളാകുന്ന അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ അവർ കാണിച്ചു തന്ന വഴിയുണ്ടല്ലോ, ആ വഴി പിൻപറ്റി ജീവിക്കണം, അല്ലെങ്കിൽ വ്യതിചലിച്ചു പോകും. ആ ഹറാമിന്റെ പണം കൊണ്ടുവന്ന് സ്വന്തം മക്കൾക്ക് തീറ്റിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ പോകുന്ന നമ്മുടെ മക്കൾ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി പോകുന്ന നമ്മുടെ മക്കൾ ഈ സമൂഹത്തിൽ ഇൽമിന്റെ നല്ല ഉന്നതമായ സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് അടുത്ത തലമുറകളിൽ ഇതുപോലത്തെ വഅദിന്റെ മജ്‌ലിസുകൾ സംഘടിപ്പിക്കേണ്ടതായ നമ്മുടെ മക്കള് ഇന്ന് ഹറാമായ നിലക്കുള്ള പല കളികൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഏതെങ്കിലും ഒരു നാട്ടിൽ സൂപ്പർ 6 മാച്ച് നടക്കുന്നുണ്ടെങ്കിൽ ആ നാട്ടിലെ പ്രായമുള്ള ആൾക്കാരോ യുവാക്കളോ മാത്രമല്ല, എത്രയോ ദൂരത്തിൽ നിന്ന് വണ്ടി പിടിച്ച് വരുന്ന ആൾക്കാരുണ്ട്. ആയിരങ്ങൾ പെട്രോളിന് ഒഴിച്ച് ഡീസലിന് ഒഴിച്ച് വരുന്ന ആൾക്കാരുണ്ട്. ഇൽമിന്റെ മജ്‌ലിസിൽ സ്വന്തം നാട്ടിൽ നടന്നു പോകേണ്ട വഴിയുണ്ടെങ്കിൽ പോലും ആ സദസ്സിലേക്ക് എത്താൻ മടിയുള്ള ചെറുപ്പക്കാരുണ്ടല്ലോ, ആ വഴിയിലേക്ക് പോവാൻ ഒരു പ്രയാസവും നേരിടേണ്ടി വരാത്തതിന്റെ കാരണം ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങളോട് അവിടുത്തെ ഉസ്താദ് പറഞ്ഞതാണ് വഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖാ, ഇൽമുണ്ടല്ലോ അത് അല്ലാഹുവിന്റെ പ്രകാശമാ, ആ പ്രകാശം ഒരു മോശമായ മനുഷ്യന് കിട്ടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തുണ്ടല്ലോ, അവർ യുദ്ധത്തിന് പോയി പരാജയപ്പെടുമ്പോൾ ആയിരക്കണക്കിനുള്ളതായ ശത്രുക്കളെ നേരിട്ട സ്വഹാബത്തുണ്ടല്ലോ, എല്ലാ നിലക്കുള്ള ആയുധങ്ങളുമായി വന്ന ശത്രുക്കളെ വെറും കൈകൊണ്ട് നേരിട്ട് പരാജയപ്പെടുത്തിയ സ്വഹാബത്തുണ്ടല്ലോ.
അവർക്ക് ചെറിയ ഒരു പരാജയം വന്നപ്പോൾ അങ്ങ് വിശകലനം നടത്തുകയാണ്. അവരങ്ങ് ചർച്ച ചെയ്യുകയാ, എന്തേ ഞങ്ങൾ പരാജയപ്പെടേണ്ടി വന്നത്, എന്റെ ശത്രുക്കളുടെ മുന്നിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തത്. ആ സമയത്ത് അവരുടെ കൂട്ടത്തിലുള്ള ഒരു പ്രായമുള്ള സ്വഹാബി എഴുന്നേറ്റ് പറയുകയാ, ഇന്ന് ഞാനും നിങ്ങൾ ഉദൂ ചെയ്യുമ്പോൾ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്തുണ്ടല്ലോ, ആ തിരക്കുള്ള സമയത്തുണ്ടല്ലോ, ഞാനും നിങ്ങളും ഉദൂ ചെയ്യുന്ന സമയത്ത് മിസ്വാക്ക് ഒഴിവാക്കിയില്ലേ? എല്ലാ ഉദൂഇന്റെ സമയത്ത് മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണല്ലോ. എന്നാൽ ഞാനും നിങ്ങൾ മിസ്വാക്ക് ഒഴിവാക്കിയില്ലേ? അഥവാ ബ്രഷ് ചെയ്യുക എന്നുള്ള സുന്നത്ത് ഉദൂഇന്റെ നേരത്ത് ഞങ്ങൾ ആരും ഇന്ന് ചെയ്തില്ലല്ലോ. റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്ത് ഒഴിവാക്കിയ ഞങ്ങൾ ഇന്ന് എങ്ങനെ വിജയിക്കാനാണ്? അതുകൊണ്ട് ആ യുദ്ധത്തിന് നേതൃത്വം നൽകിയ സ്വഹാബി ഉണ്ടല്ലോ, ഉടനെ മദീനയിൽ നിന്ന് 100 കണക്കിലുള്ള അറാക്കുകൾ കൊണ്ടെത്തിക്കുകയാണ്. ജീവിതത്തിൽ ഒരു ചെറിയ സുന്നത്ത് നഷ്ടപ്പെട്ടു പോയതിന്റെ പേരില് ശത്രുക്കളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തതാണെന്ന് മനസ്സിലാക്കിയ സ്വഹാബത്തുണ്ടല്ലോ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാ, നിങ്ങൾക്ക് പല പ്രയാസങ്ങൾ ഇവിടെ നേരിടേണ്ടി വന്നിട്ടുണ്ടല്ലോ. ഞാനടക്കമുള്ള ഞങ്ങൾ എല്ലാവർക്കും പലതരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടല്ലോ. കൊറോണ വന്ന സമയത്ത് എത്ര പേരുടെ ജോലികളാ നഷ്ടപ്പെട്ടു പോയത്, എത്ര പേരുകളാ പട്ടിണി കിടക്കേണ്ടി വന്നത്, എത്ര പേരാ ഈ നാട്ടിലുള്ള പണക്കാരെന്തെങ്കിലും സ്വതക്ക നൽകുന്നുണ്ടോ എന്ന് മാത്രം കാത്തു നിന്നത്, എത്ര പേരുകളാ ആത്മഹത്യ ചെയ്യാൻ പോലും ശ്രമിച്ചത്, എത്ര പേരാ ആയിരക്കണക്കിനുള്ള ദീനാറുകൾ സമ്പാദിച്ചിരുന്നതായ ഗൾഫിലുള്ള ഒരുപാട് സഹോദരന്മാർ അവരുടെ ജോലിയെല്ലാം നഷ്ടപ്പെട്ട് തിരിച്ചു വന്നില്ലേ? ഇനി കൊറോണ വന്നതിന്റെ ഇടയ്ക്ക് വെച്ചതാ NRCയോ NCAയോ എന്ത് പേരിലാണെങ്കിലും ഇവിടെയുള്ള മുസ്ലിമീങ്ങളെ വല്ലാതങ്ങ് പേടിച്ചില്ലേ? ശരീഅത്തിന്റെ ഒരുപാട് നിയമങ്ങളിൽ മറ്റുള്ളവർ കൈകടത്തിയില്ലേ? പരിശുദ്ധ ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ പള്ളി പൊളിക്കാൻ പോലും തയ്യാറായില്ലേ? അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, മുഅ്മിനേ വലാ തഹിനൂ വലാ തഹ്സനൂ വഅൻതുമുൽ അലൂന ഇൻ കുൻതും മുഅ്മിനീൻ. വലാ തഹിനൂ, നിങ്ങൾ ദുർബലരാവൂല സ്വഹാബ, നിങ്ങൾ പരാജയപ്പെടേണ്ടി വരൂല, നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല. വലാ തഹ്സനൂ, നിങ്ങൾ ടെൻഷൻ ആക്കേണ്ടി വരൂല, നിങ്ങൾക്ക് ബേജാറാകേണ്ടി വരൂല. വഅൻതുമുൽ അലൂന, അവസാനം ഉന്നതരായ വിജയം കൈവരിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ശത്രുക്കൾ ആയിരക്കണക്കിലല്ല, കോടിക്കണക്കിലുള്ള ശത്രുക്കളാണെങ്കിലും ഏത് അധികാരമുള്ളവരാണെങ്കിലും എത്ര കൊലക്കൊമ്പന്മാരാണെങ്കിലും പോലും അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് വൽ അൻതുമുൽ അലൂന, നിങ്ങൾ വിജയികളാണ് സ്വഹാബ, നിങ്ങൾ വിജയികളാണ് മുസ്ലിമീങ്ങളെ. അവസാനം വിജയിക്കുന്നത് നിങ്ങൾ തന്നെയാ. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ ഒരു ഷർത്ത് പറയുകയാ, ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ അല്ലാഹുവിൽ ശരിയായ വിശ്വാസമുള്ളവരാണെങ്കിൽ, നിങ്ങൾ നല്ല വിശ്വാസമുള്ള സമൂഹമാണെങ്കിൽ, ഹറാമുകളിൽ നിന്ന് ഒഴിവായി നിൽക്കാൻ നിങ്ങൾ തയ്യാറായ, മോശമായ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിവായി തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾക്ക് ആയുധങ്ങൾ ശേഖരിക്കേണ്ടി വരൂല, അധികാരത്തിന്റെ ദാഹം നിങ്ങൾക്ക് വേണ്ടി വരൂല, നിങ്ങൾക്ക് മറ്റൊന്നും വേണ്ട സ്വഹാബ, മറ്റൊന്നും വേണ്ട മുസ്ലിമേ. നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ, നിങ്ങൾ അല്ലാഹുവിൽ പൂർണ്ണമായും അംഗീകരിക്കുകയും അല്ലാഹുവിൽ കീഴ്പ്പെടുന്നവരാണെങ്കിൽ, അല്ലാഹുവിന് സ്വന്തത്തെ സമർപ്പിക്കാൻ തയ്യാറായാൽ നിങ്ങൾ തന്നെ വിജയികളാണ്. ഞാൻ തന്നെയാണ് പടച്ചവനെന്ന് പറഞ്ഞ ഫിർഔനിന് പോലും ഈമാനുള്ള മൂസാ നബിയുടെയും അവിടുത്തെ സമൂഹത്തിന് മുമ്പിൽ മുട്ടുകുത്തിച്ച് പരാജയപ്പെടുത്തിയ പടച്ചവനല്ലേ പറയുന്നത്. ആ
ആരായിരുന്നു ഫിർഔൻ, ആരായിരുന്നു നമ്രൂദ്, ആരായിരുന്നു ഖാറൂൻ? ഈ സമുദായം അറിയപ്പെട്ട മാത്രമല്ല, ഈ സമുദായം അറിയപ്പെടുന്നത് മാത്രമല്ല, ലോകമായ ഭരിച്ചിരുന്നതായ ഒരു രാജ്യമല്ല, ഒരു ദേശമല്ല, ഒരു താലൂക്കല്ല, ഒരു പഞ്ചായത്തല്ല, പ്രപഞ്ചമായം ഭരിച്ചിരുന്നതായ നമ്രൂദിനെ പോലും ഏത് മോശമായ അവസ്ഥയില അല്ലാഹ് നശിപ്പിച്ചത്. ആ മുസ്ലിമീങ്ങളോട് അല്ലാഹു പറയുകയാണ്, മുസ്ലിമേ, സന്മാർഗത്തിന്റെ വഴിയിലേക്ക് കടന്നു വരാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അദബിന്റെ വഴിയിലേക്ക് കടന്നു വരാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിലേക്ക് മടങ്ങാൻ നിങ്ങൾ തയ്യാറുണ്ടോ? പെണ്ണേ, ഔറത്ത് വെളിവാകുന്ന സമയത്ത് നിന്റെ മനസ്സിന് പേടി തോന്നുന്നുണ്ടോ? മുടി പുറത്തിട്ട് നടക്കാൻ നിനക്ക് പ്രയാസം തോന്നുന്നുണ്ടോ? മറ്റുള്ളവരുടെ മുമ്പിൽ മാറ് മറക്കാൻ പോലും നിനക്ക് സാധിക്കാതെ വരുന്നുണ്ടല്ലോ. ആ മാറ് പോയിട്ട് നിന്റെ നശിച്ചു പോയതായ, അഥവാ നീ പാറുന്ന സമയത്ത് കൊടിഞ്ഞു പോയ മുടിയുണ്ടല്ലോ, ആ മുടി പോലും മഞ്ഞപുരുഷൻ കാണാൻ പാടില്ല എന്ന് നിന്റെ കൽബിലേക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ നിങ്ങൾ ലോകത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ ഒരാൾക്കും ജയിക്കാൻ സാധിക്കുന്നതല്ല. എവിടെ പോയി എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ? പഴയ കാലത്തുണ്ടല്ലോ വയസ്സന്മാരായ ഹിരിയ ആൾക്കാരെ ഗൗരവിച്ച് നടന്നത്, അവർക്ക് വലിയ വില കൽപ്പിച്ച്, അവരെ സ്നേഹിച്ച്, അവരെ ആദരിച്ച്, അവരെ കാണുമ്പോഴൊക്കെ സലാം പറഞ്ഞ് അവരെ കാണുമ്പോ എഴുന്നേറ്റ് നിന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇല്ലേ? മഗ്‌രിബിന്റെ സമയത്ത് കളിക്കുന്ന ബാല്യക്കാര് ഒരു പ്രായമുള്ള ഒരു ഉപ്പാപ്പയെ കാണുമ്പോൾ കളി നിർത്തും. അയാൾ ആചാര പള്ളിക്ക് പോയിക്കൊണ്ട് അയാൾ പോയിട്ട് നിക്ക് ബോളിടണ്ട. ഇന്ന് സ്വന്തം ഉപ്പയാണ് ഇതിൽ നടക്കുന്നതെങ്കിലും മകൻ പറയാൻ മടിക്കുന്നില്ല. ഉപ്പ അവർക്ക് വേഗം പോയില്ലേ, ഇപ്പൊ നെഞ്ഞിക്ക് ബോൾ പോൾഡോ. എന്റെ അദബ് നഷ്ടപ്പെട്ടത്, എന്റെ നമ്മുടെ മക്കൾ ഈ വഴിയിലേക്ക് തെറ്റായ മോശമായ പ്രവർത്തനത്തിലേക്ക് നീങ്ങിയത് അദബ് പഠിക്കുന്ന ആലിമീങ്ങളോട് കുറുത്തക്കേട് കാണിച്ചത് കൊണ്ടല്ലേ? അല്ലാന്ന് പറയാൻ പറ്റുമോ? പഴയ ഒരു കാലുണ്ടായി, പഴയ ഒരു കാലമുണ്ടായി. ഈ ഇരിക്കുന്ന ഉസ്താദന്മാരുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രകാശമായ ഇൽമിനെ നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു തരുന്ന ഉസ്താദന്മാരുണ്ടല്ലോ. നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചുവോ 10,000, 11,000, 12,000 ശമ്പളം കൊടുക്കുമ്പോൾ അതിന് മാത്രം കാത്തു നിൽക്കുന്നവർ അവർക്ക് വേറെ ജോലി ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാ എന്ന് നിങ്ങൾ വിചാരിച്ചുവോ? 7ാം ക്ലാസ്സിൽ സ്കൂളിൽ ഫെയിലായിട്ട് കോയിന്റെ വീടിൽ പണിയെടുത്തുണ്ടായ ചെക്ക ഗൾഫിലേക്ക് പോയിട്ട് ഭയങ്കര അറബി മുണ്ടെന്ന്. ഇപ്പൊ ഓനക്ക് ശമ്പളം ചോദിക്കുമ്പോൾ ഉസ്താദെ 2,500 ദിർഹം ഉണ്ടോ? ഇന്ത്യന്റെ പൈസ കൺവേർട്ട് ആക്കി നോക്കുമ്പോ 60,000 രൂപ പൈസ ആയിക്കോട്ട് വന്നു. 7ാം ക്ലാസ്സിൽ ഫെയിലായിട്ട് പബ്ലിക് പരീക്ഷന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. ആ ചെക്കൻ ഇന്ന് ഗൾഫിലേക്ക് പോയിട്ട് 2,500 ദിർഹം. പരിശുദ്ധ ഖുർആനിന്റെ ഏത് ആയത്തിന്റെയും തെറ്റാതെ അർത്ഥം വെക്കാൻ കഴിയുന്ന ആലിമീങ്ങളാകുന്ന ഈ ഉസ്താദന്മാർ, അള്ളാഹുവിന്റെ പ്രകാശമാകുന്ന ഇൽമു പഠിപ്പിക്കുന്ന, ശരിയായ തരത്തിൽ അറബി സംസാരിക്കാൻ മാത്രമല്ല, സംസാരിക്കുന്ന അറബിക്ക് പോലും തെറ്റുപറ്റിയാൽ അത് തിരുത്തി കൊടുക്കാൻ മാത്രം അറബിയിൽ നല്ല പാണ്ഡിത്യമുള്ളതായ, അറബിയുടെ വ്യാകരണം അറിയുന്നതായ ഉസ്താദന്മാർക്ക് ഗൾഫിൽ പോയാൽ ജോലി കിട്ടൂല എന്നാണ്. അവർക്ക് പിന്നെ അറബി സംസാരിക്കാൻ കഴിയാത്തത്. അങ്ങനത്തെ ഒരു വിഷയം വരുമോ? ഈ ഉസ്താദിന്റെ കൂടെ പഠിച്ച് 7ാം ക്ലാസ്സിൽ ഫെയിലായ ആളല്ലേ ഇപ്പൊ അറബിയിൽ സംസാരിക്കുന്നത്. ആ പഠിപ്പിച്ചു കൊടുത്ത ഉസ്താദന്മാർക്ക് അറബി സംസാരിക്കാൻ പ്രയാസമുണ്ട്. പിന്നെ എന്തേ അവർ ഈ പള്ളിയിൽ തന്നെ നിൽക്കുന്നത്? അത് അല്ലാഹുവിന്റെ നൂറ് പഠിച്ച ഇൽമിനോടുള്ള നന്ദിയാണ്. ഈ സമൂഹത്തിന്റെ പാവപ്പെട്ട ഉമ്മമാരുണ്ടല്ലോ, ഈ സമൂഹത്തിലെ പാവപ്പെട്ട ഒരുപാട് സഹോദരിമാരുണ്ടല്ലോ, അല്ലാഹുവിന്റെ പള്ളിയിൽ ഇൽമു പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്തില്ലേ? കഴിഞ്ഞ് നിങ്ങളുടെ ഭർത്താവ് അഥവാ നിങ്ങളുടെ വീട്ടിലുള്ള ആണുങ്ങള് ഏതെങ്കിലും ഒരു മുസാഫിറിനെ ഒരു നേരം വെയ്ക്കാൻ വേണ്ടി ചോറ് വെയ്ക്കാൻ കൊണ്ടുപോയാൽ മുഖം ബലിയാകുന്ന പെണ്ണുങ്ങള് ഇല്ലേ? വെള്ളിയാഴ്ച ചിലപ്പോ ജുമാക്ക് പോകുമ്പോ പറയും, ഇന്ന് കിറ്റങ്ങളെല്ലാം വലിച്ചോണ്ട് വന്നിരണ്ട, എനിക്ക് കഴിയുന്നില്ല. എന്നാൽ ആ പെണ്ണുങ്ങളടക്കം അല്ലാഹുവിന്റെ പള്ളിയിൽ പഠിക്കുന്ന മുതഅല്ലിമാണെങ്കിൽ ഭക്ഷണം കൊടുക്കാൻ വല്ലാത്ത താല്പര്യമാ. എന്തേ കാരണം? അത് അല്ലാഹുവിന്റെ നൂറ് പഠിക്കുന്ന മുതഅല്ലിമാണ്. ആ ചോറുണ്ടല്ലോ ഉമ്മ, ആ നീ കൊടുത്ത ഭക്ഷണമുണ്ടല്ലോ ഉമ്മ, അതിനോടുള്ള നന്ദിയാ, അതിനുള്ള പ്രത്യുപകാരമാണ്. ഈ
സമൂഹത്തിലെ പല കമ്മിറ്റിക്കാരുടെ ആട്ടും തുപ്പല് കേട്ട് ക്ഷമിച്ച് സഹിച്ച് ബേജാറാണെങ്കിൽ അതൊക്കെ മുടങ്ങിക്കൊണ്ട് സ്വന്തം കുടുംബത്തിന്റെ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ പ്രയാസപ്പെടുന്ന ഉസ്താദന്മാർ ഇന്നും ഇൽമു പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആ കൊടുത്ത ചോറിനുള്ള നന്ദിയാണ്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്? നിങ്ങൾ എന്താ വിചാരിച്ചത്? അവർക്ക് വേറെ ഒന്നും ജോലി കിട്ടൂല. കൊറോണ വന്ന സമയത്ത് നിങ്ങൾ കണ്ടില്ലേ എത്ര ഉസ്താദന്മാരാണ് സ്വന്തം വണ്ടി എടുത്തിട്ട് ഇന്ന് വണ്ടിയിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത്? എത്ര ഉസ്താദന്മാരാണ് സ്കൂളിലും അധ്യാപകനായിട്ടുള്ളത്? സ്കൂളിൽ 10,000, 20,000, 30,000 സമ്പാദിക്കുന്നവർ എന്തെയും മദ്രസയുടെ 6,000 രൂപയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്നത് ആ പഠിക്കുന്ന സമയത്ത് കൊടുത്ത ചോറിനുള്ള നന്ദിയാണ് ഉമ്മ. അള്ളാഹുവിന്റെ ഇൽമുണ്ടല്ലോ, ഈ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കണമെന്നുള്ള ഉത്തരവാദിത്വ ബോധം ആ പഠിപ്പിക്കുന്ന ഉസ്താദ് ഒരു കാലമുണ്ടായി. കുട്ടികൾ മഗ്‌രിബിന്റെ സമയത്ത് പള്ളിയിലേക്ക് തസ്ബീഹിന് എത്തിയില്ലെങ്കിൽ 4 പൊലി കൊടുത്തു. എന്തേ നീ തസ്ബീഹ് എത്താത്ത? തസ്ബീഹ് ചൊല്ലലിന്റെ ഫർദായിന, തസ്ബീഹ് ചൊല്ലലിന്റെ നിർബന്ധമാണ്. ഒന്നുമല്ല, എന്നാൽ പോലും ആ തസ്ബീഹിനെ എത്താതിരിക്കുമ്പോൾ 4 പൊലി കൊടുത്തു. പൊലി കൊടുത്തിട്ട് ഈ കിടാവുക്ക് പൊരല് പോയിട്ട് പറയാൻ പേടി. ഇനി പറഞ്ഞാൽ തന്നെ ഉപ്പ പറയും, ഉമ്മ പറയും, മോനെ ഉസ്താദല്ലേ അടിച്ചത്, നരകത്തിന്റെ തീ തട്ടാല, നരകത്തിന്റെ തീ തട്ടാല മോനെ. ഈ കുട്ടിയുടെ മനസ്സിൽ വന്നു. എന്നാൽ ഇപ്പൊ എന്തായി? ഉസ്താദ് ഒന്ന് വേഗം പോവാണ്, ഒന്നിങ്ങനെ കുറച്ചിങ്ങനെ ഊന്തിയെങ്കിൽ മതി. ഉസ്താദ് എന്റെ തലക്കടിച്ചിട്ട് ഞാൻ പള്ളിന്റെ ഉള്ളിലേക്ക് കയറുമ്പോ മോണ് പോയിട്ട് പറഞ്ഞു ഉപ്പാന്റെ അടുത്ത്. ഉപ്പ വന്ന്, എന്തേ നിങ്ങൾക്ക് ഞങ്ങൾ ഉണ്ടാക്കി തന്ന കോയിന്റെ കരി കൂട്ടിട്ട് ആങ്കാരം വന്നിനതാ. സുബ്ഹാനല്ലാഹ്, ഈ അദബ് കേട്, ഈ നന്ദി കേടുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, സ്വന്തം മക്കളെ നന്നാകണമെങ്കിൽ പഠിപ്പിച്ച ഉസ്താദന്മാരോട് നന്ദി കാണിക്കണേ. എന്റെ പ്രിയപ്പെട്ട സുറുമയിലെ പരിസരത്തുള്ള ഈമാനുള്ള വയസ്സന്മാരാ, മക്കളെ നന്നാകണോ, മക്കളുടെ പ്രയാസങ്ങൾ തീരണോ, മക്കളുടെ ആവശ്യങ്ങൾ അല്ലാഹു നിറവേറ്റി കൊടുക്കണോ. എന്നാൽ ആ മക്കൾക്ക് ഇൽമു പഠിപ്പിച്ച ഉസ്താദന്മാർ ഇന്ന് ഏത് നാട്ടിലുള്ള പള്ളിപ്പറമ്പിൽ മയ്യിത്തായി കിടക്കുകയാണെങ്കിൽ പോലും ആ മയ്യിത്തായി മറമാടപ്പെട്ട ഉസ്താദിന്റെ ഖബറുണ്ടല്ലോ, ആ ഖബറിടത്തേക്ക് പോയി വന്ന മക്കളെ കൊണ്ട് സിയാറത്ത് ചെയ്യിക്കണേ. സുബ്ഹാനല്ലാഹ്, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അബൂ ഹനീഫ ഇമാമിന്റെ ഖബറകത്ത്, അബൂ ഹനീഫ ഇമാമിന്റെ ഖബറുള്ള സ്ഥലത്ത് സുബ്ഹി നിസ്കരിക്കുമ്പോൾ അന്നത്തെ സുബ്ഹി നിസ്കാരത്തിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഖുനൂത്ത് ഓതിയില്ല. ഖുനൂത്ത് ഓതൽ സുന്നത്താൻ, ഷാഫിഈ മദ്ഹബിൽ സുന്നത്താ. ആ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഈ ലോകത്തിന് പഠിപ്പിച്ച് തന്നതാണല്ലോ. ഞാനും നിങ്ങൾ ഖുനൂത്ത് മറന്നാൽ പോലും സഹബിന്റെ സുജൂദ് ചെയ്തിട്ടല്ലാതെ സലാം വീട്ടുന്നില്ല. അത് പഠിപ്പിച്ച ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അബൂ ഹനീഫ ഇമാമിന്റെ ഖബറിന്റെ അടുത്ത് പോയി നമസ്കരിക്കുമ്പോൾ, അഥവാ ഖബറിന്റെ തൊട്ടടുത്തുള്ളതായ പള്ളിയിൽ വെച്ച് സുബ്ഹി നമസ്കരിക്കുമ്പോൾ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അബൂ ഹനീഫ ഇമാം ഖുനൂത്ത് സുന്നത്തില്ല എന്ന് പറഞ്ഞ മഹാനാണ്. അബൂ ഹനീഫ ഇമാമിൽ അങ്ങനെയാ മനസ്സിലായത്. സുബ്ഹി നിസ്കാരത്തിൽ ഖുനൂത്ത് സുന്നത്തില്ല എന്ന് പറഞ്ഞ ഇമാമാ. അബൂ ഹനീഫ ഇമാമിനോടുള്ള ആദരവ് കൊണ്ട്, ബഹുമാനം കൊണ്ട് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അന്നത്തെ സുബ്ഹിയുടെ നിസ്കാരത്തിൽ ഖുനൂത്ത് അങ്ങ് ഒഴിവാക്കിയതാ. അത് അദബാണ്, അത് ബഹുമാനമാ, അതാണ് ബഹുമാനം, അതാണ് ആദരവ്. ആ ആദരവ് ബഹുമാനിക്കുന്നവരെ ബഹുമാനിച്ചിട്ടല്ലാതെ ഒരാളും എത്തേണ്ടടുത്തേക്ക് എത്തുകയില്ല. ആദരിക്കേണ്ടതിനെ ആദരിച്ചിട്ടല്ലാതെ, ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിച്ചിട്ടല്ലാതെ, അത് വ്യക്തിയാണെങ്കിൽ വ്യക്തിയെ, അത് നാളാണെങ്കിൽ നാളിനെ, അത് ആളാണെങ്കിൽ ആളിനെ, അത് സമയമാണെങ്കിൽ ആ സമയത്തിനെ, അത് മാസമാണെങ്കിൽ ആ മാസത്തിനെ ആദരിച്ചിട്ടും ബഹുമാനിച്ചിട്ടല്ലാതെ ഒരാളും എത്തേണ്ടടുത്തേക്ക് എത്തിയിട്ടില്ല. എത്തേണ്ടടുത്തേക്ക് എത്തണമെങ്കിൽ അദബ് വേണം. അതാദ്യം നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കണം. അതില്ലാണ്ടായി പോയതാണ് ഇന്ന് ഈ സമൂഹം ഇങ്ങനെ വഴിപിടിച്ചു പോകാനുള്ള ഒരു കാരണം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബത്ത് എന്ത് പ്രയാസം വന്നാലും സുബ്ഹാനല്ലാഹ്, അവർ തൗഹീദിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ കാണിച്ചു തന്ന വഴിയിൽ നിന്ന് അവർ തിരിയൂല. എന്ത് പ്രയാസം വന്നാലും
ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയേ, മക്കയിൽ ഞങ്ങൾക്ക് നടക്കാൻ പറ്റുന്നില്ല നബിയേ, പരിശുദ്ധമായ മക്കയിൽ ഞങ്ങൾക്ക് നടക്കാൻ പറ്റുന്നില്ല മുശ്രിക്കീങ്ങളുടെ ഇടങ്ങീറ് കൊണ്ട്. ഞങ്ങൾ അനുഭവിക്കുന്ന ഈ ഇടങ്ങീറൊന്നും അല്ല, അവർ അനുഭവിച്ചിരുന്നതായ അവസാനം നാട് വിടേണ്ടി വന്നു. അവർക്ക് എന്തിന്? അവരുടെ ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടി, ഒന്ന് സമാധാനത്തിലൂടെ അല്ലാഹുവിനെ സുജൂദ് ചെയ്യാൻ വേണ്ടി നാട് തന്നെ ഒഴിവാക്കേണ്ടി വന്നു. ആ സ്വഹാബത്ത് നബി തങ്ങളോട് പോയി പറയുന്നത്, നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്ക് സഹിക്കുന്നില്ല നബിയേ, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ നബിയേ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞു, സ്വഹാബ, ഇതെന്ത് പ്രയാസം, ഇത് എന്ത് ബുദ്ധിമുട്ട്, ഈനെയാ നിങ്ങൾ ബുദ്ധിമുട്ടായി കണക്കാക്കിയത്? പഴയ ഒരു കാലമുണ്ടായിരുന്നു, അന്നത്തെ അംബിയാ മുർസലീങ്ങളെ കൊണ്ട് വിശ്വസിച്ചതായ ഈമാനുള്ള മനുഷ്യന്മാരുണ്ടല്ലോ, അവരുടെ മൂർധാവിൽ തലയുടെ മധ്യത്തിൽ ഈർച്ചവാള് വെച്ചുകൊണ്ട് അഥവാ ഗർഗാസ വെച്ചുകൊണ്ട് മുറിച്ചിങ്ങനെ മറം മുറിക്കുന്നത് പോലെ മുറിച്ച് അവസാനം തുടയുടെ അടുത്തേക്ക് എത്തുമ്പോൾ രണ്ട് കഷ്ണമായി അങ്ങോട്ടും ഇങ്ങോട്ടും വീണ് അങ്ങനെ മുറിക്കുന്ന സമയത്ത് പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ലാതെ അവരുടെ നാക്കിൽ നിന്ന് പറയിപ്പിക്കാൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ബാല്യക്കാർ ഏടെയോ കക്കാൻ പോയി, കിട്ടിട്ട് പിന്നെ 4 പൊലി കൊടുക്കുമ്പോ പറഞ്ഞു ജയ് ശ്രീറാം എന്നിങ്ങനെ പറയേണ്ടി വന്നത് ഞാൻ ആക്ഷേപിക്കുന്നതല്ല. ഇതര മതക്കാർ അവർ ആരാധിക്കുന്ന ദൈവങ്ങളെ ഞങ്ങൾക്ക് അവഹേളിക്കാൻ, പരിഹസിക്കാൻ, ആക്ഷേപിക്കാൻ ഒരു അവകാശവും പരിശുദ്ധ ഇസ്ലാം തന്നിട്ടില്ല. അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, അല്ലാഹുവിന്റെ പുറമെ ആരാധിക്കുന്ന ദൈവങ്ങളെ നിങ്ങൾ ചീത്ത പറയാൻ പാടില്ല മുഅ്മിനീങ്ങളെ. അത് മുസ്ലിമീങ്ങളുടെ അദബാണ്. പേടിയുള്ളത് കൊണ്ടല്ല, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ആരും അവരെ ആക്ഷേപിക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി അടക്കമുള്ളതായ 11 പെണ്ണുങ്ങളെ കെട്ടിയതിന്റെ പേരിൽ നബി തങ്ങളെ ഇന്നും പച്ചക്ക് പരസ്യമായി ചീത്ത പറഞ്ഞ് നടക്കുന്ന സമൂഹമുണ്ടല്ലോ. അവർ ആരാധിക്കുന്ന ദൈവങ്ങൾ 10,000 പെണ്ണുമക്കളെ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പോലും നമ്മൾ ആരും അതിനെ വിമർശിക്കാൻ തയ്യാറായിട്ടില്ല. എന്തേ? പരിശുദ്ധ ഖുർആൻ ഞങ്ങളോട് ആ ഉപദേശം തന്നതുകൊണ്ട് നിങ്ങൾ പറയാൻ പാടില്ല. അതീമാന അല്ലാഹു പറഞ്ഞെടുത്ത് നിൽക്കുന്നത് ഈമാനാണ്. അവർ എത്ര വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞങ്ങൾ തിരിച്ചു പറയൂല. ഞങ്ങൾക്കത് അനുവദനീയമല്ല. പരിശുദ്ധ ഇസ്ലാം അതിന് അനുവാദം നൽകിയിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തത്, സ്വഹാബ, തലയിൽ ഗർഗാസ വെച്ചിട്ട് മുറിച്ച സമയത്ത് പോലും തൗഹീദിന്റെ വചനമല്ലാത്തത് അവരുടെ നാക്കിലൂടെ വന്നിട്ടില്ല. അവരതാ കഴുത്തുവരേക്കും കുഴിച്ചു മൂടി കല്ലെറിഞ്ഞ് കൊന്ന സമയത്ത് പോലും, തളക്കുന്നതായി എണ്ണയിലിട്ട് അവരെ കൊല്ലുന്ന സമയത്ത് പോലും തൗഹീദിന്റെ വചനമല്ലാത്തത് അവരുടെ നാക്കിലൂടെ വന്നിട്ടില്ല. ചെറുപ്പക്കാരായ ഈമാനുള്ള മുഅ്മിനീങ്ങളുടെ നാക്കിലൂടെ. എന്നാൽ ഞങ്ങളുടെ അവസ്ഥ എന്ത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തേ കാരണം? ഞങ്ങൾക്ക് ഈമാനില്ലാതെയായി പോയതാണ്. ഞങ്ങൾക്ക് ഈമാൻ കുറഞ്ഞതുകൊണ്ട് അല്ലാഹു ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കട്ടെ. അർഹമുറാഹിമീനായ അല്ലാഹുവേ, ഇവിടെ ഒരുപാട് പ്രായമുള്ള വയസ്സന്മാരുണ്ട്. നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ റഹ്മാനേ. അവർ പറയുന്ന ആമീനിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു പോയ അറിഞ്ഞിട്ടും അറിയാതെ രഹസ്യമായും പരസ്യമായും ചെയ്ത എല്ലാ ചെറുതും വലിയതുമായ തെറ്റുകൾക്ക്, ഹറാമുകൾക്ക് നീ മാഫ് നൽകണേ റഹ്മാനേ. നീ മാഫ് നൽകണേ റഹ്മാനേ. വയസ്സന്മാരാണ് ഉള്ള സദസ്സിന്റെ ദുആക്ക് ഉത്തരം കിട്ടും. പ്രായമുള്ള താടിയും മുടിയും നിറച്ച മുസ്ലിമീങ്ങളെ, പ്രായമുള്ളതായ മുസ്ലിമീങ്ങളെ ബഹുമാനിക്കുന്നത് അല്ലാഹുവിന്റെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നതുണ്ടോ? ഇന്ന് പല നാട്ടിലും ബാല്യക്കാരുടെ കമ്മിറ്റിയാണ്. ഇന്ന് പല നാട്ടിലും ചെറിയ ചെറുപ്പക്കാരുടെ കമ്മിറ്റിയാണ്. ആ നാട്ടിലെ ചില ആൾക്കാരൊക്കെ പറയലുണ്ട്, ഉസ്താദെ, ഞങ്ങളെല്ലാം യൂത്തിന് വിട്ടുകൊടുത്തിട്ടുണ്ട്. യൂത്ത് അല്ല, യങ്കല്ല, അവർ നല്ല ഉഷാറാക്കിയെങ്കിൽ അൽഹംദുലില്ലാഹ്. പക്ഷെ ആ ഉഷാറാക്കലുണ്ടല്ലോ, ആ നാട്ടിലെ പ്രായമുള്ള വയസ്സന്മാരെ അവഗണിച്ചായിക്കൂടാ. കമ്മിറ്റിയിലുള്ള പ്രായക്കാർ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുമ്പോൾ, അവരുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ, അത് തള്ളിക്കളയുന്ന രൂപത്തിലായിക്കൂടാ. എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബ, വയസ്സായ താടിയും മുടിയും നിറച്ച പ്രായമുള്ള മുസ്ലിമീങ്ങളുണ്ടല്ലോ, അവരെ ആദരിക്കും, അവരെ ബഹുമാനിക്കൽ, അത് അല്ലാഹുവിനെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാ.
അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാ, ലാ തന്തിഫി ശൈബാ, നരച്ച താടിയുണ്ടല്ലോ, വെളുത്ത നിറം ബാധിച്ചതായ മുടിയുണ്ടല്ലോ, അതിനെ പരിച്ചു കളയരുതേ സ്വഹാബ. അതിനെ കറുപ്പിക്കാൻ പാടില്ല, അതിനെ പരിച്ചു കളയാൻ പാടില്ല. മുടി വെട്ടാൻ ബാർബർ ഷോപ്പിലേക്ക് പോയപ്പോൾ 1-2 നിരച്ച റോമമെങ്കാലും കണ്ടാൽ അതിനെ വെട്ടിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് സ്വഹാബത്തിനോട്, ഫഇന്നഹു നൂറുൽ മുസ്ലിമി വനൂറുൽ മുഅ്മിനി യൗമൽ ഖിയാമ. ഈ പള്ളിയുടെ പരിസരങ്ങളെ ലൈറ്റ് കൊണ്ട് ബൾബ് കൊണ്ട് അലങ്കരിച്ച് പ്രകാശിപ്പിച്ചതുപോലെ നാളെ അല്ലാഹുവിന്റെ മഹ്ശറയുണ്ടല്ലോ, ആ മഹ്ശറയിലുള്ള ഈമാനുള്ള മുസ്ലിമീങ്ങൾക്കുള്ള പ്രകാശം എന്തെന്നറിയുമോ? നിന്റെ ശരീരത്തിന്റെ നിരബാധിച്ച വെളുത്ത റോമങ്ങളാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ആ വെളുത്ത നിറം ബാധിച്ച റോമങ്ങളുണ്ടല്ലോ, മുടികളുണ്ടല്ലോ, അല്ലാഹുവിന്റെ മഹ്ശറയിൽ അത് പ്രകാശമാ. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പറയുകയാ, ബഹുമാനപ്പെട്ട അബൂ ഹുദാഫ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഹുദാഫ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഗൽഭനായ സ്വഹാബിയായ സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങളതാ റോമിലേക്ക് ഒരു യുദ്ധത്തിന് പറഞ്ഞേക്കുകയാ. അവിടെയുള്ള സ്വഹാബത്തുണ്ടല്ലോ, അവിടെ ഉമറുൽ ഫാറൂഖ് തങ്ങൾ അയച്ചതായ സൈന്യമുണ്ടല്ലോ, ആ സൈന്യത്തിൽ നിന്ന് പലരെയും റോമൻ രാജാവ് അറസ്റ്റ് ചെയ്യുകയാ. അങ്ങനെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഹുദൈഫ റളിയല്ലാഹു അൻഹു തങ്ങളുണ്ടല്ലോ, നല്ല ചെറുപ്പക്കാരനായിരുന്നു, നല്ല പ്രായമുള്ളതായ ചോര തളപ്പുള്ളതായ യുവാവായിരുന്നു ഹുദൈഫ റളിയല്ലാഹു അൻഹു. ആ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ നസ്രാനിയായ റോമിന്റെ രാജാവിന്റെ മനസ്സ് വന്നില്ല. നല്ല ബാല്യക്കാരനാണല്ലോ, നല്ല ധീരനായ യോദ്ധാവായ ബാല്യക്കാരനാണല്ലോ. ഇയാളെങ്കാലും ഞങ്ങളുടെ മതത്തിലേക്ക് കടന്നാൽ ഞങ്ങളുടെ മതത്തിനത് വലിയ ഉപകാരമാകും കേട്ടോ. അതുകൊണ്ട് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിനെ മാറ്റാൻ വേണ്ടി ശ്രമം നടത്തുകയാ. സുബ്ഹാനല്ലാഹ്. പെണ്ണിന് വേണ്ടി മതം വിടുന്ന കാലമാണല്ലോ, സമ്പത്തിന് വേണ്ടി മതം വിടുന്ന കാലമാണല്ലോ. അല്ലാഹുവിന്റെ ഇൽമു പഠിക്കാൻ പോയവർ പോലും പുത്തൻ ആശയക്കാരുടെ ആശയങ്ങൾ കേട്ട് സുന്നത്ത് ജമാഅത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന കാലമാണല്ലോ. ഹുദൈഫ റളിയല്ലാഹു അൻഹു തങ്ങളുണ്ടല്ലോ, ആ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെ മനം മാറ്റാൻ വേണ്ടി ശ്രമം നടത്തുമ്പോൾ അവസാനം ഹുദൈഫ റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞിട്ടും മതം മാറാൻ തയ്യാറാകാതിരുന്നപ്പോൾ അവിടുത്തെ റോമിന്റെ രാജാവ് അവിടുത്തെ സൈനികന്മാരോട് പറയുകയാ, ഹുദൈഫയുടെ മുമ്പിൽ ചില മുസ്ലിമീങ്ങളെ കൊണ്ടുവന്ന് ക്രൂരമായി കൊല്ലനേ. അത് കണ്ട് പേടിച്ചിട്ട് ഹുദൈഫ ഞങ്ങളുടെ കൂട്ടത്തിൽ കടന്നു വരണം. അത് കണ്ട് പേടിച്ചിട്ട് ഹുദൈഫ എന്നെ കൊല്ലല്ലേ, ഞാൻ നിങ്ങളുടെ നസ്രാണി മതം സ്വീകരിക്കാമെന്ന് പറയണം. അത്തരക്കും അങ്ങനെ പേടി വരുത്തേണ്ട രൂപത്തിൽ നിങ്ങൾ ഒരുപാട് യുവാക്കളെ കൊണ്ടുവന്ന് ഹുദൈഫയുടെ മുമ്പിൽ കൊല്ലനേ. സുബ്ഹാനല്ലാഹ്. എങ്ങനെ ക്രൂരമായി മർദ്ദിച്ചിട്ട് കൊന്നിട്ട് പോലും ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് രാജാവ് ചോദിക്കുകയാ, നിങ്ങൾ നിങ്ങളുടെ മതം വിട്ടാൽ ഞങ്ങളുടെ മതം സ്വീകരിച്ചാൽ നിങ്ങളെ വെറുതെ വിടുകയാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാ, ഇല്ല, എന്നെ എങ്ങനെ കൊന്നാലും ശരി, അവരെ കൊന്നതുപോലെ എന്നെ കൊന്നാലും ശരി, എന്റെ മതം വിടുന്ന പ്രശ്നമില്ല. അവസാനം പേർഷ്യയിലെ രാജാവുണ്ടല്ലോ, അവിടുത്തെ സൈനികന്മാരോട് പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, വലിയ ഒരു പാത്രം വെച്ചുകൊണ്ട് അതിൽ സെയ്തന്നെ ഒഴിച്ചുകൊണ്ട് നന്നായി തിളപ്പിക്കണേ. സാധാരണ ആടിനെയോ കോഴിയെയോ പൊരിക്കുന്നത് പോലെ എണ്ണിങ്ങനെ തിളക്കുന്ന സമയത്തുണ്ടല്ലോ, മുസ്ലിമീങ്ങളായ 2 സ്വഹാബത്തിനെ കൊണ്ടുവന്നതിൽ വലിച്ചെറിയുകയാ. സുബ്ഹാനല്ലാഹ്. അവരുടെ ശരീരമുണ്ടല്ലോ കോഴി എണ്ണയിലിട്ടുന്ന സമയത്ത് തിളക്കുന്നത് പോലെ അതാ അട്ടഹാസിച്ച് പ്രയാസപ്പെട്ട് ഒന്ന് കരയാൻ പോലും പറ്റാത്ത വിധത്തിൽ ആ തിളക്കുന്ന എണ്ണയിൽ കിടന്ന് മരിക്കുന്ന സമയത്തുണ്ടല്ലോ, ഹുദൈഫയോട്
അവർ ചോദിക്കുകയാ, ഹുദൈഫ നിനക്ക് ഇങ്ങനെ മരിക്കണോ അഥവാ നിന്റെ മതം വിടുന്നുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയായ ഹുദൈഫ റളിയല്ലാഹു അൻഹു വല്ലാതെ അങ്ങ് കരയുകയാ. അവിടുത്തെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരൊഴുകുകയാ. അത് കണ്ട പേർഷ്യയിലെ രാജാവ് വിചാരിച്ചു പോയി, ഈ ശിക്ഷ കണ്ട് ഹുദൈഫ പേടിച്ചിട്ടുണ്ട്, ഈ സമയത്തായിരിക്കും അയാൾ മതം വിട്ട് ഞങ്ങളുടെ മതത്തിലേക്ക് കടക്കുന്നത്. ഹുദൈഫ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, വല്ലാഹി വല്ലാഹി പേടിച്ചത് അതിനല്ല, ഞാൻ കരയുന്നത് അതിനല്ല, എന്റെ കണ്ണുനീർ അതിന് വേണ്ടിയുള്ളതല്ല. അവരെ എണ്ണയിലിട്ട് ഇങ്ങനെ പൊരിക്കുന്ന സമയത്ത് ഞാനങ്ങ് വല്ലാതെ വേദനിച്ചത് എന്തിനു വേണ്ടി എന്നറിയുമോ? പടച്ചവനേ, നിന്റെ ദീനിന് വേണ്ടി, പരിശുദ്ധ തൗഹീദിന് വേണ്ടി, ഇസ്ലാമിന്റെ ശത്രുക്കളുടെ മുമ്പിൽ ഇങ്ങനെ മരിക്കേണ്ടി വന്ന സമയത്തുണ്ടല്ലോ, അങ്ങനെ ജീവൻ നൽകാൻ ഞങ്ങൾക്ക് ഒരൊറ്റ പ്രാവശ്യമേ കഴിയുന്നതാണല്ലോ പടച്ചവനേ. എന്റെ ശരീരത്തിലുള്ള ഓരോ രോമത്തിന്റെ കണക്കനുസരിച്ച്, എന്റെ ശരീരത്തിലുള്ള ഓരോ മുടിയുടെ കണക്കനുസരിച്ച് എനിക്കെങ്കാലും ആത്മാക്കളുണ്ടായിരുന്നുവെങ്കിൽ, എനിക്കെങ്കാലും റൂഹുണ്ടായിരുന്നുവെങ്കിൽ, അത്ര ശരീരത്തിന്റെ രോമങ്ങൾ തീരുന്ന എത്ര രോമങ്ങളുണ്ടോ, ആയിരക്കണക്കിലുള്ള ലക്ഷക്കണക്കിലുള്ള എത്ര രോമങ്ങളാണ് എന്റെ ശരീരത്തിലുള്ളത്, അത്ര ജീവൻ എനിക്കെങ്കാലും ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അതെല്ലാത്തിനും ഇങ്ങനെ എണ്ണയിൽ കിടന്ന് മരിച്ച് നിനക്ക് വേണ്ടി തീർക്കുമായിരുന്നു അല്ലാഹ്. പക്ഷേ എനിക്ക് ഒരൊറ്റ ആത്മാവ് മാത്രമാണല്ലോ പടച്ചവനെ, നിന്റെ ദീനിന് വേണ്ടി മരിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നത് ഒരു പ്രാവശ്യം മാത്രമാണല്ലോ പടച്ചവനെ. അത് ഓർത്ത് ഞാൻ കരഞ്ഞതാണ് രാജാവേ. പേർഷ്യയിലെ രാജാവിനോട്, ഇസ്ലാമിന്റെ ശത്രുവായ രാജാവിനോട് ധീരതയോടെ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുമ്പോഴുണ്ടല്ലോ, ആ രാജാവ് എഴുന്നേറ്റ് നിന്ന് ഹുദൈഫയെ ബഹുമാനിച്ചു കളഞ്ഞു. എന്തൊരു ധീരതയാണിത്, എന്തൊരു ഈമാനാണിത്, എന്തൊരു മനസ്സന്നതയാണിത്, എന്തൊരു മനസ്സിനൊരു ധൈര്യമാണിത്. ആ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് പേർഷ്യയിലെ രാജാവ് പറയുകയാ, ഹുദൈഫ, നിങ്ങളുടെ ധീരത കണ്ട് ഞാനങ്ങ് വല്ലാതെ ബേജാറായി പോയി. നിങ്ങളെ ഞാൻ കൊല്ലുകയില്ല, പകരം നിങ്ങളുണ്ടല്ലോ എന്റെ ഈ തലവൊന്ന് ചുംബിച്ചാൽ നിങ്ങളെയും നിങ്ങളുടെ കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ട 100 കണക്കുള്ള ഇസ്ലാമിന്റെ യോദ്ധാക്കളുണ്ടല്ലോ, അവരെ എല്ലാവരെയും ഞാൻ വെറുതെ വിടാം. ഹുദൈഫ റളിയല്ലാഹു അൻഹു തങ്ങളുണ്ടല്ലോ പേർഷ്യയിലെ രാജാവിന്റെ അടുത്തേക്ക് പോയി കൊണ്ട് ആ രാജാവിന്റെ തലയങ്ങ് ചുംബിക്കുകയാ. അതിന്റെ പേരിൽ ആ രാജാവ് എല്ലാവരെ ഒഴിവാക്കുകയാ. മദീനയിലെത്തിയതായ ഹുദൈഫ റളിയല്ലാഹു അൻഹു അടക്കമുള്ള 100 കണക്കിലുള്ള സ്വഹാബത്ത് മടങ്ങിയപ്പോഴുണ്ടല്ലോ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മദീനയിലെ ഭരണാധികാരിയായ പരിശുദ്ധ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ 2ാം ഖലീഫയായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ അടുത്തേക്ക് വിഷയം അങ്ങ് എത്തിച്ചു പോയി. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ ധീരതയെ കണ്ടപ്പോഴുണ്ടല്ലോ, ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവിടെ എഴുന്നേറ്റ് വന്നുകൊണ്ട് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ച് ചുംബിക്കുകയാ. അവിടെയുള്ള എല്ലാ സ്വഹാബത്തിനോടും പറഞ്ഞു കളഞ്ഞു. അവിടെയുള്ള എല്ലാ സ്വഹാബത്തിനോടും ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറയുകയാ, എല്ലാവരും ഹുദൈഫയെ വന്ന് ചുംബിക്കണേ. അവിടെ 100 കണക്കിലുള്ള 1000 കണക്കിലുള്ള മദീനയിലെ ഈമാനുള്ള സ്വഹാബത്തുണ്ടല്ലോ, അവരുടെ ശിഷ്യന്മാർ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് ചുംബനം കൊടുക്കുകയാ. ഇത് പ്രയാസം വന്ന സമയത്ത് പോലും ഈമാനിനെ പണയം വെക്കാത്ത ചെറുപ്പക്കാരനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു നമുക്ക് മാതൃകമാകണ്ടേ. കള്ളിന്റെയും കഞ്ചാവിന്റെയും അടിമകളായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്ത് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, ഉമ്മ, ഇന്ന് 14, 15, 16 വയസ്സിന്റെ കുട്ടികളുണ്ടല്ലോ ലഹരിന്റെ അടിമകളായി കൊണ്ടിരിക്കുകയാ. 14, 15 വയസ്സുള്ള കുട്ടികൾ ഇന്ന് ലഹരിന്റെ അടിമകളായി കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. കഞ്ചാവ് വിറ്റതിന്റെ പേരിൽ പിടിക്കപ്പെടുന്നത് 17 വയസ്സുകാരനായ മുസ്ലിം. കഞ്ചാവ് വിറ്റതിന്റെ പേരിൽ പിടിക്കപ്പെടുന്നത് ഇന്ന് 17, 16 വയസ്സായ മുസ്ലിമീങ്ങൾ ചെറുപ്പക്കാർ. സുബ്ഹാനല്ലാഹ്. എന്തെങ്ങനായി പോയത്? പരിശുദ്ധ ഇസ്ലാം കള്ള് നിഷേധിച്ച സമയത്ത്
സൂറത്തുൽ മാഇദയിലെ 90 അതിന്റെ അപ്പുറത്തുള്ളതായ ആയത്തുകളെ കൊണ്ട് അള്ളാഹു കള്ളിനെ നിഷേധിച്ചപ്പോൾ അത് ഹറാമാക്കുന്നതിന് മുമ്പ് വയറ്റേക്ക് ഇറക്കിയതായ ചില സ്വഹാബത്തുണ്ടല്ലോ, ഓടി വന്ന് റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ പായിലേക്ക് ഇങ്ങനെ വിരല് കടത്തി ഇങ്ങനെ ഛർദിക്കുകയാണ്. ഛർദിച്ച് അവസാനം ചോരയടക്കം ആ സ്വഹാബത്ത് ഛർദിച്ചു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ബേജാറാകേണ്ടതില്ല. ഹറാമാകുന്നതിന് മുമ്പ്, അള്ളാഹു അതിനെ ഹറാമാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കുടിച്ചു പോയ കള്ളുണ്ടല്ലോ, അതിന്റെ പേരിൽ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കൂല. നിങ്ങൾ ബേജാറാകേണ്ടതില്ല. അതിന്റെ പേരിൽ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കൂല. ഹറാമാകുന്നതിന് മുമ്പ് നിങ്ങൾ അറിയാതെ കുടിച്ചു പോയതാണല്ലോ, ഹറാമാകുന്നതിന് മുമ്പ്, അതിന്റെ പേരിൽ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കൂല. പക്ഷെ ഇന്ന് നമ്മൾ ആ സ്വഹാബത്തിന്റെ ഈമാൻ നിങ്ങൾ നോക്കി. ഹറാമാകുന്നതിന് മുമ്പ് കുടിച്ചത്, പക്ഷേ അത് ഹറാമായത് മുതൽ എന്റെ വയറ്റിൽ അള്ളാഹ് നിഷേധിച്ച ഒന്നുണ്ടാവാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചപ്പോൾ തൊണ്ടയിലേക്ക് കാറി ഛർദിച്ച്, തൊണ്ടയിലേക്ക് വിരല് കടത്തി കാറി ഛർദിച്ച് രക്തം ഛർദിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നത്, കടിഞ്ഞു പോയതിൽ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുകയില്ല. അത് ഈമാനുള്ള സ്വഹാബത്തായി. ഈമാനുള്ളവരുടെ ഒരു അടയാളം, മുത്തഖീങ്ങളുടെ ഒരു അടയാളം അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നത്, എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു പോയാൽ ആ തെറ്റിൽ തന്നെ അവർ മരിക്കുന്നത് വരെ തുടർന്ന് നിൽക്കൂല. ജീവിതത്തിൽ തെറ്റ് വരും. എത്ര വലിയ ആളാണെങ്കിലും തെറ്റ് സംഭവിക്കും. എത്ര വലിയ ആലിമാണെങ്കിലും ചിലപ്പോൾ അവരുടെ ഭാഗത്തിൽ നിന്ന് തെറ്റുകൾ വരാം. ഔലിയാക്കന്മാരാണെങ്കിൽ പോലും അവരുടെ ഭാഗത്തിൽ നിന്ന് ചിലപ്പോൾ തെറ്റ് വരാൻ പാടില്ല എന്നില്ല. തെറ്റ് വരാൻ പറ്റാത്തത് മലായികങ്ങളുടെ ഭാഗത്തിൽ നിന്ന്. കാരണം അള്ളാഹു അവരെ പടച്ചത് തന്നെ അങ്ങനെയാണ്. അവർക്ക് തെറ്റ് ചെയ്യാൻ സാധിക്കൂല. പിന്നെ അള്ളാഹുവിന്റെ പ്രവാചകന്മാരാകുന്ന ഇസ്മത്തിന്റെ അഹ്ലുകാർ, മഅസൂമീങ്ങളാകുന്ന പ്രവാചകന്മാർ, അവർക്ക് തെറ്റ് ചെയ്യാൻ സാധിക്കൂല. കാരണം അള്ളാഹു അവരെ തെറ്റിൽ നിന്ന് അവരെ സംരക്ഷണം നൽകിയിട്ടുണ്ട്. മഅസൂമീങ്ങളാണ്, ഇസ്മത്തിന്റെ അഹ്ലുകാരാണ് അവർ. അംബിയാ മുർസലീങ്ങളുടെ ഭാഗത്ത് തെറ്റ് വരൂല. പിന്നെ അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്ന അതൊന്നും തെറ്റല്ല. അത് തെറ്റല്ല. പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഖുർആൻ വ്യാഖ്യാനിക്കുന്ന ഇമാമീങ്ങൾ വ്യാഖ്യാനിച്ച വ്യാഖ്യാനം നമ്മൾ കേൾക്കണം. ഏതെങ്കിലും ഒരു താടിക്കാരനോ ഏതെങ്കിലും ഒരു നെരിയാണിക്ക് മേലെ പാൻറ് ഉയർത്തിയവനോ പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് വ്യാഖ്യാനിച്ചാൽ അതിന്റെ ബാക്കിൽ നിന്ന് കൊടുക്കലല്ല ഈമാൻ. പരിശുദ്ധ ഖുർആൻ പറയുന്നത്, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വമൻ യുശാഖിഖിർ റസൂല, ആരാനോട് അല്ലാഹുവിന്റെ റസൂലിനോട് എതിർത്ത് നിൽക്കുന്നത്, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, സന്മാർഗത്തിന്റെ വഴി എന്താണെന്ന് വ്യക്തമാക്കി തന്നതിന്റെ ശേഷം ആ റസൂലുള്ളാഹി തങ്ങളോട് ശത്രുത വെക്കുന്നത് ആരാണ്? എന്നിട്ട് നബി തങ്ങളോട് ശത്രുത വെക്കുകയും വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ, അൽ മുഅ്മിനീങ്ങളാകുന്ന യഥാർത്ഥ അവകാശികൾ, അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കുന്ന മുഅ്മിനീങ്ങൾ, അവരുടെ ആ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിച്ചു നിൽക്കുന്നതാര്? വലിയ പാഠമുണ്ട് ഈ ആയത്തിൽ. ഖുർആൻ എന്നല്ല ചോദിച്ചത്, ഖുർആനിന്റെ വഴിയിൽ നിന്ന് ആര് വ്യതിചലിക്കുന്നത് എന്നല്ല അവിടെ ചോദിച്ചത്. പരിശുദ്ധ ഖുർആനിന്റെ വഴിയിൽ നിന്ന് ആരോടോ വ്യതിചലിക്കുന്നത് എന്നല്ല. അൽ മുഅ്മിനീങ്ങളാകുന്ന യഥാർത്ഥ സ്വാലിഹീങ്ങൾ ഉണ്ടല്ലോ, അവർ കാണിച്ചു തന്ന വഴിയിൽ നിന്ന് വ്യതിചലിക്കുന്നത് ആരോടോ. അങ്ങനെ വ്യതിചലിച്ചവർ ആ വ്യതിചലിച്ച ആ വടിയിലേക്ക് തന്നെ അള്ളാഹ് തിരിച്ചുവിടും. പോയിക്കോ, അതിൽ തന്നെ മുന്നോട്ട് പോയിക്കോ, നിന്നെ പിടിക്കേണ്ട സമയത്ത് ഞാൻ പിടിക്കാം. അവർ ചിലപ്പോ പറഞ്ഞു നടക്കും, ഉസ്താദേ നിങ്ങൾ നോക്ക്, നിങ്ങൾ കുറ്റിയടിച്ച പോരെ, ഇന്ന് 8-10 കൊല്ല ഇന്നും അയാൾക്ക് സ്ലാപ്പ് ഇട്ടിട്ട് ഒന്ന് ഫുള്ളായിട്ട് തേച്ചിട്ട് സാറിനാക്കി ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അയാൾ ഭദ്രമൂലോ നേർച്ചാക്കിനി, അയാൾ മങ്കൂസമൂലോ തോതിച്ചിന്, കുറ്റിയടിച്ചിന്നെ അയാൾ ഒരു കുത്തുബിയത്താക്കിനി, എല്ലാം ആക്കിനി. എന്നിട്ട് ഇനിയും അയാൾക്ക് പൊര പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാനിതാ തൗഹീദിന്റെ ആൾ, ഞാൻ തൗഹീദിന്റെ ആൾ, കുത്തുബിയത്ത് പാടില്ല. കുത്തുബിയത്തിന് യാ മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ 100 പ്രാവശ്യം വിളിച്ചെങ്കിൽ 4 വട്ടം കാഫിറായി. ഇങ്ങനെ പറഞ്ഞ മനുഷ്യൻ, ഞാൻ മൗലൂദ് ഓതിച്ചിട്ടില്ല, ഒരു നേർച്ചയാക്കിയിട്ടില്ല, ഞാൻ അള്ളാഹനെ മനസ്സിലാക്കിയ ആള്, എന്റെ പുര നോക്കി എത്ര വലിയ ബിൽഡിംഗ്. എന്റെ പ്രിയപ്പെട്ട പോയത്താ, എന്തോ ഒരു പൊട്ട നീ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമായ അല്ലാഹു എന്ന് പറയുമ്പോൾ അർ റഹ്മാനിന്റെ മഅന നീ പഠിക്കാത്തതിന്റെ പേരിലാണല്ലോ
മോനെ നീ തൗഹീദ് മനസ്സിലാക്കിയത് കൊണ്ട് സമ്പത്ത് കിട്ടിയതാണെന്ന് വിചാരിച്ചതല്ലേ? എന്നാൽ അല്ലാഹു ഞാൻ തന്നെയാണെന്ന് വാദിച്ച ലഅനത്താകപ്പെട്ട ഫിർഔൻ ഉണ്ടല്ലോ, അന റബ്ബുകുമുൽ അലാ, ഉന്നതനായ പരിശുദ്ധനായ അല്ലാഹു ഞാൻ തന്നെയാണെന്ന് പറഞ്ഞ ഫിർഔൻ ഉണ്ടല്ലോ, ആ ഫിർഔൻ മരിക്കുന്നത് വരേക്കും അല്ലാഹു ഒരു രോഗം പോലും അവനക്ക് കൊടുത്തിട്ടില്ല എന്ന് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പറയുമ്പോൾ മഹാന്മാരാകുന്ന സ്വാലിഹീങ്ങൾ പറഞ്ഞു തന്നു. അർ-റഹ്മാനിന്റെ മാന തിരിയുമോ? ദുനിയാവിൽ അല്ലാഹുവിനെ വഴിപ്പെടുന്നവർക്കും ദുനിയാവിൽ അല്ലാഹുവിനെ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവനാണ് അല്ലാഹു. അല്ലാഹു ഉണ്ട് എന്ന് പറയുന്നവനെയും അല്ലാഹു ഇല്ല എന്ന് പറയുന്നവനെയും ഒരുപോലെ സമ്പത്ത് കൊടുത്ത് ആരോഗ്യം കൊടുത്ത് പോറ്റുന്ന പടച്ചവനാ. പിന്നെ ആരോടോ നിനക്ക് കുതിവത്താക്കാതിന്റെ പേരിലാണ് ഈ സമ്പത്തൊക്കെ എന്ന് പഠിപ്പിച്ചു തന്നത്. നിന്റെ ഈമാനെ കബളിപ്പിക്കാൻ വേണ്ടി ചില താടിക്കാർ പറഞ്ഞു തന്നതാണല്ലോ. അതുകൊണ്ടാ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, അൽ മുഅ്മിനീങ്ങളുടെ വഴിയിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ നുവല്ലിഹി മാ തവല്ല, നീ തിരിഞ്ഞടത്തേക്ക് തന്നെ അല്ലാഹു നിന്നെ തിരിക്കുകയാ, നിന്നെ വിട്ടേക്കുകയാ. വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറാ, നിന്റെ പോക്കുണ്ടല്ലത് അവസാനം ജഹന്നമായ നരകത്തിലേക്ക്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഏത് നല്ല ആളായെങ്കിലും ചിലപ്പോൾ തെറ്റാരുടെ ഭാഗത്തിൽ നിന്നും വരും. പക്ഷേ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ പലരും ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയകളിലൂടെയാണ്. ലാ യദ്ഖുലുൽ ജന്നത നമാം, നമീമത്ത് പറയുന്ന ഒരു മനുഷ്യനും അല്ലാഹുവിന്റെ സ്വർഗ്ഗം കാണൂല എന്ന് പഠിപ്പിച്ചത് സ്വാദിഖുൽ മസ്ദൂഖായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളാണ്. നമീമത്ത് പറയുന്നവൻ അല്ലാഹുവിന്റെ സ്വർഗ്ഗം കാണൂല. ഗീബത്ത് പറയുന്നവനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നിങ്ങളുടെ ഒരു സഹോദരൻ മരിച്ചു കിടക്കുന്ന സമയത്ത് ആ സഹോദരന്റെ മയ്യത്തിന്റെ ഇറച്ചി ഇങ്ങനെ പരിച്ചിട്ട് നിങ്ങൾ തിന്നുമോ? നല്ല ടിക്ക കോഴി, ഗ്രിൽ ചിക്കൻ, പൊരിച്ചു വെച്ച ചിക്കൻ, ആ കോഴിനെ ഇങ്ങനെ പരിച്ചിട്ട് തിന്നുന്നത് പോലെ മയ്യത്തിന്റെ ഇറച്ചി വലിച്ച് നിങ്ങൾ തിന്നുമോ? പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഹുജറാത്താ ചോദിക്കുന്നത്. അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതാ ലാ യഗ്തബ് ബഅദുകും ബഅദാ, ഒരാളെയും ആരെയും ഗീബത്ത് പറയാൻ പാടില്ല. അവിടെ ചില ആൾക്കാർക്കൊന്നും പ്രത്യേക വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. ആർക്കും എന്നാ പറഞ്ഞത്. ആരും എന്ന് പറഞ്ഞാൽ ആരൊക്കെ പെടുമെന്നറിയുമോ? ഒരുപാട് ആലിമീങ്ങളെ കൊന്നൊടുക്കിയതായ ഹജ്ജാജ് ഇബ്നു യൂസുഫ്, എത്ര വലിയ വലിയ സ്വാലിഹീങ്ങളെ ഔലിയാക്കന്മാരെ കൊന്നൊടുക്കിയ ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഉണ്ടല്ലോ, അവനെ പോലും ഗീബത്ത് പറയാൻ പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. ഖുർആൻ ചോദിക്കുന്നത് ലാ യഗ്തബ് ബഅദുകും ബഅദ, ആരെയും ഗീബത്ത് പറയാൻ പാടില്ല. സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, ഒരാൾ ചെയ്തത് പറയാൻ പറ്റുമോ? ഒരാൾ കള്ളുകുടിയാനാണ്, അവനെ സംബന്ധിച്ച് എടാ കള്ളുകുടിയാന്ന് പിടിക്കാൻ പറ്റുമോ? റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, സ്വഹാബ, ഒരാൾ ചെയ്തതിനെ പറയൽ തന്നെയാണ് ഗീബത്ത്, ചെയ്യാത്തത് പറഞ്ഞെങ്കിൽ അതിന് പേര് വേറെയുണ്ട്, അത് കളവെന്നല്ലേ പറയൽ. ഒരാളിൽ ഇല്ലാത്തത്, ഒരാൾ ചെയ്യാത്തത്, ഒരാൾക്ക് അറിയാത്ത വിഷയം വെറുതെ അയാളെ ആരോപിക്കൽ, അത് കളവാണത്, ഗീബത്തല്ല, അത് പച്ച കള്ളമാണ്. ഗീബത്ത് എന്ന് പറഞ്ഞാൽ ദിക്റു അഖാക ബിമാ യക്റഹു, നിന്റെ സഹോദരൻ അഥവാ ഒരു മുസ്ലിമായ മനുഷ്യൻ അവനക്ക് ഇഷ്ടമില്ലാത്ത, അവനെ വെറുപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന ഒരു സംഗതി പറയൽ, അതാണ് ഗീബത്ത്. അത് എന്ത് പറഞ്ഞാലും, നല്ലൊരു തടിയുള്ള മനുഷ്യനെ ഉള്ളത് തന്നെ ഇല്ലാത്തതിനെ പറയൽ, ഉള്ളതിനെ പറയൽ ഗീബത്താണ്. ഖുർആൻ ചോദിക്കുന്നത്, നിങ്ങൾ ആരെങ്കിലും ഒരാൾ അയുഹിബ്ബു അഹദുകും, ആരെങ്കിലും ഒരാൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? അയ്യഅകുല, തിന്നാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? ലഹ്മ അഖീഹി, അവന്റെ ഒരു സഹോദരന്റെ ലഹ്മിനെ, ഇറച്ചിനെ തിന്നാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? മയ്യിത്ത, അതും അവൻ മയ്യിത്തായി കിടക്കുന്ന സമയത്ത് അവനെ വെളുത്ത തുണി ഇങ്ങനെ മൂടി മയ്യിത്തായി കിടത്തിയ സമയത്തുണ്ടല്ലോ, മെല്ലെ തുണി ഇങ്ങനെ നീക്കിയിട്ട് ആ മയ്യത്തിന്റെ ഒരു ഇറച്ചിന്റെ കഷ്ണം ഇങ്ങനെ മുറിച്ചിട്ട് അതിന് തിന്നാൻ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഇഷ്ടപ്പെടുമോ? ഫകരിഹ്തുമൂ, ഖുർആൻ തന്നെ പറയുന്നത് ഫകരിഹ്തുമൂ, ഇല്ല, നിങ്ങൾക്കത് വെറുപ്പല്ലേ, നിങ്ങളെ കൊണ്ടത് സാധിക്കുന്ന കാര്യമല്ലല്ലോ, നിങ്ങളത് വെറുക്കുന്ന സംഗതിയല്ലേ. എങ്കിൽ അതുപോലെയാണ് ഗീബത്ത്. എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് ഞാനൊന്ന് പറഞ്ഞോട്ടെ,
ഇന്ന് സോഷ്യൽ മീഡിയകളിലായി ഈമാൻ തകർന്നുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു മരിച്ച മയ്യത്തിനെ പോലും അവഹേളിക്കുന്ന വിധത്തിലാണല്ലോ. സുബ്ഹാനല്ലാഹ്, എവിടെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ, എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ, അതാര് ചെയ്താലും എന്ത് ചെയ്താലും അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഈമാനുള്ളവരെ, മൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറ. ആരെങ്കിലും ഒരാൾ, ആണാകട്ടെ പെണ്ണാകട്ടെ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ എന്തെങ്കിലും ഒരു ന്യൂനത കിട്ടിയാൽ, ഒരു കുറവ് കിട്ടിയാൽ, ഒരു ഐബ് കിട്ടിയാൽ അതിനെ മറച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ഐബിനെയും അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും മറച്ചു വെക്കുകയാണ്. എന്റെ ഈമാനുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, ഇന്ന് ഞാനും നിങ്ങൾ എവിടെ എത്തിപ്പോയതാ? സ്വന്തം കുടുംബക്കാരെ പോലും പരസ്യമായി വാട്സപ്പുകളിലൂടെ അവഹേളിക്കുന്നിടത്തേക്ക് എത്തിപ്പോയില്ലേ? ഞങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കാനില്ല എന്ന് ആരെങ്കിലും വിചാരിച്ചുവോ? അള്ളാഹുവിന്റെ മുമ്പിൽ കണക്ക് പറയാനില്ല എന്ന് ആരെങ്കിലും വിചാരിച്ചുവോ? എന്റെ പ്രിയപ്പെട്ട ധൈര്യമുള്ളതായ, നല്ല വയസ്സുള്ളതായ, ആരോഗ്യമുള്ള യുവാക്കളെ, വളരെ ധൈര്യത്തോടു കൂടി പരസ്യമായി ഗീബത്ത് പറഞ്ഞുകൊണ്ട് രാത്രി കിടന്നുറങ്ങുന്ന ചെറുപ്പക്കാരാ, വകമ്മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ സഖീമിൻ നാശ ദഹറൻ ഇലാ ദഹരി. എത്ര ആരോഗ്യമുള്ള മനുഷ്യന്മാരാ, എത്ര ആരോഗ്യമുള്ള ചെറുപ്പക്കാർ വീട്ടിൽ നിന്നൊന്ന് ഇറങ്ങിപ്പോയവരുണ്ടല്ലോ. ഭാര്യയോട് ഞാൻ ഇന്ന സമയത്ത് വരാം, നീ ഉറങ്ങി നിന്നോ എന്ന് പറഞ്ഞു പോയവരുണ്ടല്ലോ. രണ്ടാമത് വീട്ടിലേക്ക് മടങ്ങുന്നത് പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെട്ട നിലയിലാണ്. നമ്മുടെ ചെറിയ ചെറിയ മക്കളുണ്ടല്ലോ, മാതാപിതാക്കളോട് സലാം പറഞ്ഞ് കൈ ഇങ്ങനെ കാണിച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോയതായ 6-7 വയസ്സുള്ള പൊന്നു മക്കളുണ്ടല്ലോ. രണ്ടാമത് വൈകുന്നേരം മടങ്ങുന്നത് പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെട്ട നിലയിലാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, സ്വഹാബാ യഗ്തനിമ ഖംസൻ ഖബല ഖംസി, 5 കാര്യങ്ങൾക്ക് മുമ്പ് 5 കാര്യങ്ങൾ നിങ്ങൾ നന്നായി സമ്പാദിച്ചു വെച്ചോ. ആ സമയം നിനക്ക് വരാനുണ്ട്, ആ സമയം എനിക്ക് വരാനുണ്ട്, ഇവിടെയുള്ള ഓരോ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും മക്കൾക്കും വരാറുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാ, സ്വഹാബ, 5 കാര്യങ്ങളുണ്ടല്ലോ, 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ സമ്പാദിച്ചു വെക്കനേ. നിങ്ങൾക്ക് അല്ലാഹ് തന്ന ആരോഗ്യമുണ്ടല്ലോ, ആരോഗ്യം നഷ്ടപ്പെടുന്നതിന് മുമ്പ്, അഥവാ നിങ്ങൾ 4 താടിയും മുടിയുമെല്ലാം നിരച്ചുകൊണ്ട് ഒന്ന് സുജൂദ് ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ പോലും മുട്ട് വളയാത്ത അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പുണ്ടല്ലോ, ധാരാളം സുജൂദ് ചെയ്ത് 5 വഖ്ത് കൃത്യമായി നമസ്കരിച്ചു സ്വഹാബ. ബഹുമാനപ്പെട്ട റബീഅത്ത് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാ, നബി തങ്ങളുടെ ഖാദിമ, അല്ലാഹുവിന്റെ റസൂലിന്റെ പാതിരാ രാത്രിക്ക് വദൂഇനെ കൊണ്ടുപോയി കൊടുത്തു, അഥവാ വുദൂ ചെയ്യാനുള്ള വെള്ളം കൊണ്ടുപോയി കൊടുത്തു. ഹബീബായ തങ്ങളെ തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേൽക്കുമ്പോഴുണ്ടല്ലോ, റബീഅത്ത് ഇബ്നുൽ കഅബ് അസ്സലമി റളിയല്ലാഹു അൻഹു തങ്ങളുണ്ടല്ലോ, ഒരു പാത്രം നിറച്ചും വെള്ളം പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ തഹജ്ജുദിന് എഴുന്നേൽക്കുന്നതിനെ കാത്തു നിൽക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിനെ വുദൂ ചെയ്യാനുള്ള വെള്ളം കൊടുക്കുകയാ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ആ വെള്ളം എടുത്ത് വുദൂ ചെയ്തുകൊണ്ട് റബീഅ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, റബീഅ, എന്ത് വേണം മോനെ? നിങ്ങൾ ചോദിച്ചോ, എന്ത് വേണം പൊന്നുമോനെ? ബാല്യക്കാരനായ റബീഅ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട ഈമാനുള്ള സഹോദരിമാർ ഒന്ന് ചിന്തിക്കണം. നിങ്ങളോട് ആരെങ്കിലും എന്തും തരാൻ പറ്റുന്നതായ, ഈ ലോകത്തിലുള്ള എന്ത് തന്നെ നിങ്ങൾ ചോദിച്ചാലും തരാൻ പറ്റുന്ന ഒരു നേതാവാണെങ്കിൽ, അഥവാ ഒരു പ്രധാനമന്ത്രിയോ ഒരു മുഖ്യമന്ത്രിയോ അഥവാ വലിയ ഒരു കോടീശ്വരനായ പണക്കാരന് നിങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് എന്ത് വേണം പൊന്നുമോനെ, നിങ്ങൾ ചോദിച്ചത് ഞാൻ തരാമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മനസ്സിൽ വരുന്ന തോന്നൽ എന്തായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ?
ദുനിയാവിൽ ഞങ്ങൾ ആഗ്രഹിച്ച് നേടാൻ കഴിയാത്ത എന്തെങ്കിലും ഒന്നായിരിക്കൂലേ. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയായ റബീഅത്ത് ഇബ്നുൽ കഅബ് റളിയല്ലാഹു അൻഹു തങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, നബിയേ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗമുണ്ടല്ലോ നബിയേ, ആ സ്വർഗ്ഗത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഞാൻ ഉണ്ടാകണം നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോടാ ചോദിക്കുന്നത്. ഹബീബായ തങ്ങളോട് ബാല്യക്കാരനായ സ്വഹാബി ചോദിക്കുകയാ, നബിയേ എനിക്ക് എന്ത് വേണമെന്നല്ലേ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചത്? എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ തങ്ങളെ കൂടെ ഉണ്ടാകണം നബിയേ. ഹബീബായ തങ്ങൾ പറയുകയാണ്, റബീഅ അതല്ലാതെ വേറെന്തെങ്കിലും വേണ്ട റബീഅ? റബീഅ പറയുകയാണ്, വേണ്ട നബിയേ, അതല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട നബിയേ. എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഹബീബായ തങ്ങളുടെ കൂടെ ഒന്ന് വന്നാ മതി നബിയേ. ആ സമയത്ത് പോലും അല്ലാഹുവിന്റെ റസൂൽ റബീഅ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്, എന്നാൽ നിന്നെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് ഞാൻ കൊണ്ടുപോകാം റബീഅ, പക്ഷേ ഫഇന്നി അലാ നഫ്സിക ബികസറത്തി സുജൂദ്, ധാരാളം സുജൂദ് ചെയ്തുകൊണ്ട് കൃത്യമായി നിസ്കരിച്ചുകൊണ്ട് നിന്നെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാൻ എന്നെ സഹായിക്കണേ റബീഅ. അല്ലാഹുവിന്റെ റസൂലിനാണല്ലോ പല സ്വഹാബത്തും പോയി ചോദിച്ചത്, അയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഇബാദത്ത് എന്ത് നബിയേ? അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതായ ഇബാദത്ത് എന്തെല്ലാം ഇബാദത്തുകളാ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇമാതത്തുൽ അദാ സ്വദഖ എന്ന് പഠിപ്പിച്ച നേതാവാണല്ലോ, അത്തബസ്സുമ സ്വദഖ എന്ന് പഠിപ്പിച്ചത് റസൂലാണല്ലോ. ഒരു മുസ്ലിമിന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിക്കൽ പോലും ഇബാദത്താണല്ലോ. മുസ്ലിമിന്റെ മുഖം ഇങ്ങനെ വീർപ്പിച്ച് നടക്കലല്ല, ഒരു മുസ്ലിമിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കൽ പോലും സ്വദഖ എന്ന് പഠിപ്പിച്ച നേതാവാ. സുബ്ഹാനല്ലാഹ്, വഴിയിൽ ഇങ്ങനെ നടക്കുമ്പോൾ ആ വഴിയിൽ എന്തെങ്കിലും ഒരു കല്ലോ അഥവാ വഴിയിൽ നടക്കുന്നവനെ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു ഇടങ്ങീരോ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് മാറ്റി സൈഡിൽ ഇങ്ങനെ ഇട്ടുകൊടുക്കൽ സ്വദഖയുടെ പ്രതിഫലമുള്ള അമലെന്ന് പഠിപ്പിച്ച നേതാവ് പറയുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിനോട് അവിടെ നിന്ന് പറയുകയാ, എന്റെ ഈമാനുള്ള സ്വഹാബ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ എന്തെന്നറിയുമോ? അസ്സലാത്തു ലിവഖ്തിഹാ, കൃത്യമായി 5 വഖത്ത് നമസ്കാരമുണ്ടല്ലോ, ആ നമസ്കാരം അവ്വൽ വഖത്തിലായി നിങ്ങൾ നിസ്കരിക്കലാണ്. അല്ലാഹുവിന്റെ മഅ്ശറയുണ്ടല്ലോ, ആദ്യമായി ഒരു മനുഷ്യനെ വിചാരണ ചെയ്യപ്പെടുന്നത് എന്തിന്റെ പേരിൽ എന്നറിയുമോ? അല്ലാഹുവിന്റെ കോടതിയിൽ ഒരു മുസ്ലിമായ മനുഷ്യനെ ഒന്നാമത് വിചാരണക്കെടുക്കുന്നത് അനിസ്വലാ, നിസ്കാരത്തെ സംബന്ധിച്ചാണ്. മുസ്ലിമേ, എവിടെ പോയി എന്റെ ചെറുപ്പക്കാരാ? അല്ലാഹുവിന്റെ പള്ളികൾ ഇമാമിന്റെ പിന്നിൽ നമസ്കരിക്കാൻ വയസ്സന്മാർ മാത്രമാ. സുബ്ഹി നമസ്കാരത്തിൽ ജമാഅത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബാ, കോടാനുകോടി ജീവജാലങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്ന മഅ്ശറ വൻസഭയിലുണ്ടല്ലോ, അല്ലാഹുവിന്റെ മുമ്പിൽ എല്ലാവരും ഒരുപോലെ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ഉഫാതൻ ഉറാതൻ ഗുറുല്ലാ, കാലിന് ചെരുപ്പില്ല സ്വഹാബ, ഔറത്ത് മറക്കാൻ ഒരു കഷ്ണം തുണി പോലുമില്ല സ്വഹാബ. നിന്റെ മാർഗം കല്യാണം ചെയ്യപ്പെടാത്ത വിധത്തിൽ ഉമ്മാന്റെ പള്ളയിൽ നിന്ന് എങ്ങനെയാണോ നീ വന്നത്, അതുപോലെ അല്ലാഹുവിന്റെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകന്മാർ പോലും ഔലിയാക്കന്മാർ പോലും സാലിഹീങ്ങൾ പോലും അല്ലാഹുവിന്റെ നരകം കണ്ട് പേടിച്ച് നിൽക്കുന്ന മഹ്ശറ വൻസഭയിലുണ്ടല്ലോ, ഒരു കൂട്ടം മനുഷ്യന്മാരുടെ മുഖമങ്ങ് വല്ലാതെ പ്രകാശിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അല്ലാഹുവിന്റെ മഹ്ശറയിലെ നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കുന്ന മുഖമുള്ള മനുഷ്യന്മാരുണ്ട്. കോടാനുകോടി കിലോമീറ്ററിന്റെ അപ്പുറത്ത് ആകാശത്ത് കത്തിജ്വലിക്കുന്നതായ, ആകാശത്തിൽ മിന്നിത്തിളങ്ങുന്നതായ നക്ഷത്രങ്ങളുണ്ടല്ലോ, അതുപോലെ മുഖം പ്രകാശിക്കുന്ന ഒരുപാട് പേര് അല്ലാഹുവിന്റെ മഹ്ശറയിലുണ്ട് സ്വഹാബ. ആ
മനുഷ്യന്മാരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ മലായികകൾ അങ്ങ് ചോദിക്കുകയാ, മാഅമാലുകും ഫിദ്ദുനിയാ, ദുനിയാവിൽ എന്ത് അമലാ നിങ്ങൾ ചെയ്തത്, ദുനിയാവിൽ എന്ത് ഇബാദത്താണ് നിങ്ങൾ ചെയ്തത്? അല്ലാഹുവിന്റെ മഹ്ശറയിൽ നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കുന്ന മുഖമാണല്ലോ നിങ്ങൾക്കുള്ളത്. ആ സമയത്ത് അവർ പറയുമത്രേ, അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാ, അവർ അല്ലാഹുവിന്റെ മലായികകളോട് മറുപടി പറയുന്നത്, അല്ലാഹുവിന്റെ മഹ്ശറയിൽ ഞങ്ങളുടെ മുഖമെന്ന നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? കുന്നാ ഇദാ സമിഅനൽ അദാൻ ഖുന്നാ ഇല ത്വഹാറതി വൽ വുദൂ വലാ നസ്തഗിലു ബിഗൈരിഹി. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരങ്ങളിൽ 5 നേരം ബാങ്കിന്റെ മുടികൾ കേൾക്കുന്ന സമയത്തുണ്ടല്ലോ, അല്ലാഹുവിന്റെ മഹ്ശറയിലുള്ള നക്ഷത്രങ്ങളെ പോലെ മുഖം പ്രകാശിക്കുന്ന ഈമാനുള്ളവർ അങ്ങ് പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹുവിന്റെ പള്ളികളിൽ ദുനിയാവിൽ ബാങ്കിന്റെ ശബ്ദങ്ങൾ അങ്ങ് കേൾക്കുന്ന സമയത്തുണ്ടല്ലോ, ഞങ്ങളതാ ഉദു കൊടുക്കാനുണ്ടെങ്കിൽ ഉദു കൊടുക്കുകയും ശുദ്ധിയാകാനുണ്ടെങ്കിൽ ശുദ്ധി വരുത്തുകയും അല്ലാഹുവിന് വേണ്ടിയുള്ളതായ ആ വഖത്തിന്റെ നമസ്കാരമല്ലാത്ത മറ്റൊന്നിലും ഞങ്ങൾ തുടങ്ങിയിട്ടില്ല. എന്ത് തിരക്കാണെങ്കിലും എന്ത് അർജന്റ് ആണെങ്കിലും എന്ത് ജോലികളാണെങ്കിലും പോലും അല്ലാഹുവിന്റെ പള്ളിയിലങ്ങ് ബാങ്ക് കേട്ടാൽ ആ നിസ്കാരത്തിലല്ലാതെ മറ്റൊന്നിലും ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല. അത് മാത്രമാണ് കാരണം, അത് മാത്രമാണ് അവരുടെ അമല്. അതുകൊണ്ടാണ് അവരുടെ മുഖങ്ങളുണ്ടല്ലോ, ചില മുഖങ്ങളങ്ങ് കറുത്ത് ഇരുണ്ട് പേടിച്ച് പിറക്കുന്ന സമയത്ത് നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കുന്നത് സ്വഹാബാ. എന്റെ പ്രസംഗം ഞാൻ നിർത്തുകയാ. എന്റെ ഈമാനുള്ള പ്രിയപ്പെട്ട സുരുബയിൽ പരിസരത്തിലുള്ള ഈമാനുള്ളവരെ, 5 വഖ്ത് കൃത്യമായി നമസ്കരിക്കാൻ വേണ്ടി നമ്മുടെ കുട്ടികളെ പ്രേരിപ്പിക്കണം. നമ്മുടെ മക്കള് കൃത്യമായി 5 വഖ്ത് പള്ളിയിലേക്ക് പോകുന്നുണ്ടോ? എന്തിനാണ് ഉസ്താദന്മാർ മഗ്രിബിന്റെ നേരത്തെ തസ്ബീഹ് പറഞ്ഞില്ലെങ്കിൽ കുട്ടികളെ ശിക്ഷിച്ചിരുന്നത്? ഈ പ്രസംഗിക്കുന്ന അഷ്ഫാഖ് ഫൈസി അടക്കമുള്ള ഇവിടെയുള്ള ഉസ്താദന്മാരുണ്ടല്ലോ, ഉസ്താദന്മാരുടെ കയ്യിൽ നിന്ന് എത്ര അടി കൊണ്ടിട്ടുണ്ടെന്നറിയുമോ? ഹറാം ചെയ്തതിന്റെ പേരിലല്ല, മഗ്രിബിന്റെ സമയത്ത് പള്ളിയിലേക്ക് തസ്ബീഹിന് എത്താത്തതിന്റെ പേരിൽ അടികൊണ്ടവരാണല്ലോ. ഇന്നും ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വയസ്സന്മാർ, പ്രായമുള്ളവർ ഉസ്താദിന്റെ കയ്യിൽ നിന്ന് അടികൊണ്ടവരാണല്ലോ. അത് ഈ സന്മാർഗത്തിന്റെ വഴിയിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. അടികൊണ്ടവരായിരുന്നു. അല്ലാഹുവിന്റെ പള്ളിയിൽ മഗ്രിബ് ബാങ്ക് കേൾക്കുന്നതിന് മുമ്പേ തസ്ബീഹിന്റെ മാല പിടിച്ച് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ വസഖീലതാനി ഫിൽ മീസാൻ വഹബീബതാനി ഇലർ റഹ്മാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് അങ്ങനെയാണ്. കലിമത്താനി, 2 കലിമത്തുകൾ, 2 വേർഡ്, 2 സെന്റൻസ്. ഖഫീഫത്താനി അലൽ ലിസാൻ, അത് പറയാൻ ഒരു പ്രയാസവുമില്ല. നാവിന് വളരെ ഈസിയാണ് അത് പറയാൻ, നാവിന് വളരെ ഈസിയാണ്. വസഖീലതാനി ഫിൽ മീസാൻ, പക്ഷെ അല്ലാഹുവിന്റെ മീസാനിൽ വെച്ചാൽ ഭയങ്കര കണം തൂങ്ങുന്നതായ പാറക്കല്ലിനെ വെച്ചതുപോലെ. മറ്റൊരു റിവായത്തിൽ പറയുന്നത് ഉഹുദ് പർവ്വതത്തിനെ വെച്ചതുപോലെ. ഉഹുദ് പർവ്വതം നരാനി പർവ്വതത്തിന്റെ പോലത്തെ പർവ്വതമൊന്നുമല്ല. ഞാനല്ല ചെറുതിരിക്കും ഉഹുദ് പർവ്വതം ഉസ്താദ്മാർ പറയും. എന്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് നരഹരി പർവ്വതം, കാരണം അത് മാത്രം കണ്ടു വളർന്നതാണ്. ഞങ്ങൾ അതിന്റെ അപ്പുറത്തെ മറ്റൊരു പർവ്വതം കണ്ടിട്ടില്ലല്ലോ. മൗണ്ട് എവറസ്റ്റ് പർവ്വതം മനസ്സിൽ വരണമെങ്കിൽ അത് ഞങ്ങൾ കണ്ടിട്ട് വേണ്ടി. അക്കാലത്ത് അതൊന്നും ഇല്ലല്ലോ. ഇന്നത്തെ കുട്ടികൾ ഗൂഗിൾ അടിച്ചിട്ട് അപ്പൊ നോക്കും ഏതെല്ലാം പർവ്വതങ്ങളാണ് ലോകത്തെ ഏറ്റവും വലുത്. എന്നാൽ അക്കാലത്ത് ഞങ്ങളുടെ മനസ്സിൽ വന്നിരുന്നത് അതാണ്. എന്നാൽ ഉഹുദ് പർവ്വതം നേരിട്ട് കാണുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, ഉഹുദ് പർവ്വതത്തിന് ഹബീബായ തങ്ങൾ പറഞ്ഞത്, ഉഹുദിനെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് സ്വഹാബ, ഉഹുദ് ഞങ്ങളെയും ഇഷ്ടപ്പെടുന്നുണ്ട്. ഉഹുദ് പർവ്വതത്തിനെ സ്നേഹിക്കൽ ഈമാനിന്റെ അടയാളമാണ്.
പർവ്വതം, ജീവനില്ലാത്ത ഒരു പർവ്വതം, ആ പർവ്വതത്തിനെ സ്നേഹിക്കാൻ ഈമാനാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുമ്പോൾ ഒരു കല്ലും മണ്ണുള്ള പർവ്വതത്തിന് എന്തിനു സ്നേഹിക്കുന്നത്? അതാണ് നിഫാഖ്. എന്റെ ഹബീബ് അത് പറഞ്ഞല്ലോ, എന്നാൽ എനിക്ക് ഉഹുദ് പർവ്വതത്തിനോട് വല്ലാത്ത സ്നേഹമാണ്. അതാണ് ഈമാൻ. അവിടെ രണ്ടാമത്തെ ചോദ്യമല്ല, അത് ഖുർആനിലുണ്ട്, അത് ബുഖാരിയിലുണ്ട്. ഉഹുദ് പർവ്വതത്തിനെ സ്നേഹിക്കുള്ളൂ, അത് ഈമാൻ അല്ലാഹുവിന്റെ റസൂൽ അത് നോക്കേണ്ടതില്ല. നമ്മുടെ ആലിമീങ്ങളെ പഠിപ്പിച്ചത് മതി. അങ്ങനെയാണ് ഇന്ന് പലരും വ്യതിചലിച്ചു പോകുന്നത്. ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. സുബ്ഹാനല്ലാഹ്, ബുഖാരിന്റെ ഹദീസിന്റെ കിതാബ് വുദു ഇല്ലാതെ തൊടാത്ത പണ്ഡിതന്മാർ. ബുഖാരി തൊടാൻ വുദു വേണ്ട. പരിശുദ്ധ ഖുർആന്റെ കലാമ് തൊടാൻ വേണ്ടിയാണ് വുദു. ഖുർആൻ ഓതുന്നുണ്ടെങ്കിൽ വുദു അത് നിർബന്ധമില്ല. ഒരാള് വലിയ ശുദ്ധിക്കാരൻ, ജനാബത്തുകാരനോ ഹൈദോ നിഫാസോ ഇല്ലാത്ത ആളാണെങ്കിൽ ഖുർആൻ ഇങ്ങനെ ഓതാൻ പ്രശ്നമൊന്നുമില്ല. വുദു ഉണ്ടാവൽ നിർബന്ധമൊന്നുമില്ല ഖുർആൻ ഓതുന്നതിന്. പക്ഷെ മുസ്ഹാഫ് തൊടണമെങ്കിൽ വുദു വേണം. എന്നാൽ ഹദീസിന്റെ കിതാബുകൾ തൊടണമെങ്കിൽ വുദു വേണ്ട. പക്ഷേ ആ ഹദീസിന്റെ കിതാബിന്റെ ഒരു ഹദീസിനെ തൊടണമെങ്കിലും വുദു ഇല്ലാതെ തൊടാത്ത സൂക്ഷ്മതയോടെ മനസ്സിലാക്കിയ മഹാന്മാരാകുന്ന സ്വാലിഹ്യങ്ങളാണ് നമുക്ക് ദീൻ പഠിപ്പിച്ചിട്ടുള്ളത്. അവർ അത്രക്കും ആദരവോട് കണ്ട ഹദീസുകൾ ഈ പീഡിയന്റെ സൈഡിൽ നിന്നിട്ട് പൈന്റ് അടിക്കുന്നോണം. അത് ബുഖാരിലുണ്ടല്ല, അത് മുസ്ലിമിലുണ്ടല്ല. ഓനക്ക് ബുഖാരിനെ എഴുതിയിട്ട് വായിക്കുന്ന കാണിച്ചെങ്കിലും ഉണ്ടല്ലോ, ഓനക്ക് ബുഖാരിന്ന് നേരെ ഓതാൻ തരികയല്ല, ഓൻ കേൾക്കുന്നത് ബുഖാരിലുണ്ട്. ഞാൻ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഞങ്ങളെ കുട്ടികൾ എന്ത് വഴിപടിച്ചു പോകുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഉമ്മ. അത്തരക്കും സ്വഭാവം നമ്മുടെ കുട്ടികളിൽ കണ്ടാൽ അതിനെ ശരിപ്പെടുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അത് ശരിപ്പെടുത്തിയേ തീരൂ. എത്ര സ്നേഹം കൊണ്ട് വളർത്തിയ മക്കളാണെങ്കിലും എന്താക്കുന്ന ഉസ്താദെ, ഞാനോടെ മദ്രസക്ക് 10ാം ക്ലാസ് വരെ അയച്ചിനെ, ഇപ്പോൾ അങ്ങനെ ഞാൻ എന്താക്കുന്നത്? നീ എന്താക്കുന്നില്ല, ആഖിറത്തിൽ നീ കൊടുക്കും. അള്ളാഹു ഞങ്ങളെ സലാമത്താക്കാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഉഹുദ് പർവ്വതത്തിനെക്കാളും കണം തൂങ്ങുന്നതായ 2 കലിമത്ത്, 2 സെന്റൻസ്. വഹബീബതാനി ഇലർ റഹ്മാൻ, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ 2 സെന്റൻസ് ഏതെന്നറിയുമോ സഹാബ? അത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. അത് പഠിപ്പിച്ച്, അത് പറയാൻ വേണ്ടി മക്കളെ നിർബന്ധിച്ച്, അത് പറയാത്ത, അത് പറയുന്ന സമയത്ത് വൈകിട്ട് വന്ന മക്കളെ ഉസ്താദന്മാർ ശിക്ഷിച്ചത്, ഇനിയൊരു കാലത്ത് ഞങ്ങൾ ഈ മക്കളുടെ കൂടെയില്ലാത്ത സമയത്ത് ഇവൻ വലുതായി യുവാവായി വളർന്ന് വലുതായ സമയത്ത് ഇവനോട് ഒരാൾക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഇവൻ വളർന്ന സമയത്ത് അന്നാർക്കും ഇവനോട് തസ്ബീഹ് പറയാൻ ധൈര്യം ഉണ്ടാവില്ലല്ലോ. ആ സമയത്ത് പോലും ഈ പൊന്നുമോന് വന്ന് പള്ളിയിലിരുന്ന് തസ്ബീഹ് പറയണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ആലിമീങ്ങൾ ഉസ്താദന്മാർ കുട്ടികളെ ശിക്ഷിച്ചത്. അല്ലാതെ വെറുതെ നിങ്ങൾ ഉസ്താദന്മാർ മക്കളെ അടങ്ങിയിലാക്കി വിചാരിക്കണ്ട. അങ്ങനെ അടികൊണ്ട കുട്ടികൾ ഇന്നും പള്ളിക്ക് വന്ന് മഗ്‌രിബിന്റെ സമയത്ത് തസ്ബീഹ് പറയുന്നുണ്ട്. അല്ലാത്ത ഏത് മക്കളെയാണോ ചിലപ്പോൾ തസ്ബീഹ് പറയാത്തതിന്റെ പേരിൽ അടിച്ചപ്പോൾ നിങ്ങൾ ചോദിക്കാൻ പോയത്? എല്ലാവരും അങ്ങനെ എന്നല്ല ഞാൻ പറയുന്നത്. അതിൽ പല മക്കളും ഇന്ന് മഗ്‌രിബ് നിസ്കാരം ഖദാക്കി ഗ്രൗണ്ടിൽ കഴിയുകയാണ്. ആദരിക്കേണ്ടവൻ ആദരിക്കണം. അതീമാണ് ആദരിക്കൽ കൊണ്ടല്ലാതെ, ആദരിക്കേണ്ടതിനെ ആദരിച്ചിട്ടല്ലാതെ ഒരാളും എത്തേണ്ടടുത്തേക്ക് എത്തിയിട്ടില്ല. അല്ലാഹു ഞങ്ങൾ എല്ലാവരെയും സന്മാർഗത്തിന്റെ വഴിയിലേക്ക് എത്തിച്ചു തരട്ടെ. ആമീൻ. എന്റെ പ്രിയപ്പെട്ട സുരുവയിലെ പരിസരത്തുള്ള മുഅ്മിനീങ്ങളെ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പിരിയണം. നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആറിന്റെ ശേഷം ഇൻഷാ അല്ലാഹ് കൈ മുസാഫത്താക്കാം. അല്ലെങ്കിൽ കൈ മുസാഫത്ത് എനിച്ച് വന്ന് രണ്ടാമത് വൈദിക്കാൻ ഒരു പ്രയാസവും. നമുക്ക് കൈ മുസാഫത്താക്കി ഇൻഷാ അല്ലാഹ് നേരെ പോവാലോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ സദസ് അല്ലാഹു ഖബൂലാക്കട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടി ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ജീവിതത്തിലും ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന ഒരു അമലാക്കിയിട്ട് അല്ലാഹു മാറ്റി തരട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളോട് എനിക്ക് അവസാനം പറയാനുള്ള ഒരു വസിയത്ത്, എന്ത് ഐബാറുള്ളത് കണ്ടാലും മറച്ചു വെക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകട്ടെ. അതിനിങ്ങനെ പരസ്യപ്പെടുത്തലല്ല. ജനങ്ങളുടെ ഒരു ഐബ് കണ്ടാൽ അത് എത്ര വലിയ ഐബാണെങ്കിലും ചെറുതാണെങ്കിലും അതിനെ മറച്ചു വെക്കൽ അത് ഈമാനാണ്. അങ്ങനെ മറച്ചു വെക്കുന്നവർക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ആഖിറത്തിൽ ഞങ്ങളുടെ ഐബുകൾ അല്ലാഹു മറച്ചു വെക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം